ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിബിൾ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് 35 പേര് സെഷനിൽ ഇപ്പം അറ്റ് പ്രസന്റ് ഉണ്ട്. അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹരിപ്രസാദ്. ഞാനൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഇതിൽ എത്ര പേര് കുട്ടികളുണ്ട്, എത്ര പേര് പേരൻസ് ഉണ്ട്? നിങ്ങൾ പേരന്റ് ആണെന്നുണ്ടെങ്കിൽ പി എന്നും, സ്റ്റുഡൻ്റ് ആണെങ്കിൽ എസ് എന്നും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും. യെസ്, മുഹമ്മദ് സുഹൈൽ പറയുന്നുണ്ട് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. യെസ് യെസ് യെസ്. മാളവിക, മെറിൻ എൽദോസ്, സീന സന്തോഷ് പേരന്റ് ആണ്. സൂഫിയ സ്റ്റുഡൻ്റ് ആണ്. ആര്യ സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് പേര് പേരൻസ് ഉണ്ട്, കുറച്ച് പേര് സ്റ്റുഡൻസ് ഉണ്ട്. വന്നിരിക്കുന്നവരോടൊക്കെ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഫക്റ്റീവ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഭാവിയിൽ അടുത്ത ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഒരു കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കരിയർ ഏതാണെന്ന് തെറ്റിപ്പോവാതെ റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് ക്യാമറ ഓൺ ചെയ്ത് സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബിനാർ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇഫക്റ്റീവ് ആകുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകുന്നത് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. ഇതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓഫീസുകളിലൊക്കെ CCTV ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലത്ത് CCTV വെച്ചേക്കുന്നത്. ഈ CCTV വെച്ചേക്കുന്നത് എപ്പോഴും കള്ളനെ പിടിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ. നമ്മളെ ആരെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മളുടെ അറ്റൻഷനൊക്കെ കൂടുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. സോ അതുപോലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. സോ അപ്പം ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ +2-ന് ശേഷം എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച്, അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ച് വന്നേക്കുന്ന ഹാഫ് സെഞ്ചുറി അടിക്കുന്ന ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ വെൽക്കം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ വെൽക്കം പറയുന്ന സമയത്ത് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വെൽക്കം പറയാം. ഞാൻ ഹരിപ്രസാദ്, ഞാൻ പറഞ്ഞ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. പക്ഷേ ഞാൻ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ടുള്ള ഞാൻ പഠിച്ചത് BSc മാത്തമാറ്റിക്സും, അത് കഴിഞ്ഞ് അതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത MSW കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടുമായിട്ട് വേറൊരു ബന്ധമില്ലാത്ത ബാങ്കിൽ ജോലി ചെയ്തിട്ട് ആ ജോലി ഇഷ്ടപ്പെടാതെ ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറായി, അതിനുശേഷം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ലുലുമാളിന്റെ ഓപ്പോസിറ്റ് എൻ്റെ പുതിയൊരു ഓഫീസ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ലുലുമാളാണ്. ഈ സ്ഥാപനം നടത്തുന്ന എൻ്റെ ഇടയ്ക്ക് എനിക്ക് നഷ്ടമായത് ഏതാണ്ട് 10-14 വർഷമാണ്. ഞാൻ എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടാൻ എനിക്ക് നഷ്ടം വന്നത് ഏതാണ്ട് ഒരു 14 വർഷമാണ്. ഈ 14 വർഷം നഷ്ടമായത് ഞാൻ പഠിച്ച BSc മാത്തമാറ്റിക്സ്, അതിനുശേഷം പഠിച്ച MSW, അതിനുശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടുള്ളത് കുറെ നാള് എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്തു. എന്തൊക്കെയോ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്ന അത്യാവശ്യം നല്ല ജോലി, ബാങ്കിൽ മാനേജർ എന്ന് പറയുന്ന ജോലിക്ക് അത്യാവശ്യം നല്ല ജോലിയാണ്. പക്ഷെ നമുക്കതൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ തരണം, നമ്മുടെ പാഷനെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കണം. ആ 14 വർഷം നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി, +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി, സെഷൻ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഐസക് തോമസ് സാറാണ്. നിങ്ങൾ PhD എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ PhD ചെയ്യുന്ന സമയത്ത് കരിയർ ഗൈഡൻസിൽ PhD ചെയ്തേക്കുന്ന ഒരാൾ, കരിയർ ഗൈഡൻസിൽ PhD ചെയ്ത ഒരാൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ, എന്തൊക്കെ കോഴ്സുകൾ ഉണ്ടെന്ന്, എന്തൊക്കെ കരിയർ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ആ ഭാഗ്യം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് 14 വർഷം നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ നയിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള ഐസക് തോമസ് സാറാണ്. സാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2, ഈ ഒരു സെഷൻ നമുക്ക് മുമ്പിലേക്ക് വെച്ച് തരുന്നത് മെഡിഹബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, പെരുമ്പാവൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മെഡിഹബ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനമാണ് കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനൊരു പ്രോഗ്രാമിന് വേണ്ടി ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം മെഡിഹബിന്റെ സ്ഥാപകനായിട്ടുള്ള ബിജു സാറുണ്ട്. ബിജു സാറ് പ്രൊഫഷൻ വെച്ച് ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു നേഴ്സാണ്. നേഴ്സിംഗ് മേഖലയിലും പാരാമെഡിക്കൽ മേഖലയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ ഒതന്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബിജു സാറ് ഈ സെഷനിലുണ്ട്. ബിജു സാറിനെയും വളരെ സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം എന്നെ കേൾക്കാനല്ല നിങ്ങൾ വന്നേക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. സെഷൻ നയിക്കുന്നത് ഐസക് തോമസ് സാറാണ്. സാറിലേക്ക് നമുക്ക് പോവാം. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ക്യാമറ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും അറ്റൻഷൻ കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ വരും, ഇൻസ്റ്റാഗ്രാമിൽ DM വരും. ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്.
ഈ ഒരു 1.5 മണിക്കൂർ സാറ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കില്ല കേട്ടോ. ഒരു 45 മിനിറ്റ് സാറ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം, അതിനുള്ള അവസരമുണ്ട്. സോ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ കരിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പം എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സെഷൻ നയിക്കുന്നതിന് വേണ്ടി ഐസക് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. സാറിന്റെ ഓഡിയോ ഡിസ്കണക്ട് ആണ് സാർ. സാർ വേണമെങ്കിൽ മൊബൈലിൽ നിന്ന് ഓഡിയോ കണക്ട് ചെയ്തിട്ട് വിഷ്വൽ ഇത് മാത്രം കൊടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറയാം, ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് വൈകിട്ട് 7:11 എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടൈം ഒന്നും അല്ല. വേണമെങ്കിൽ വിശക്കാം, അത്താഴം കഴിക്കാം, വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുന്നത് മിസ് ചെയ്യാം, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഐസക് സാറ് സെഷൻ എടുക്കുന്നത് ഇവിടുന്നല്ല, ന്യൂസിലാൻഡ് ഇരുന്നിട്ടാണ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ സമയം എത്രയാണെന്നുള്ളത് വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. വെളുപ്പിനെ 2:33. വെളുപ്പിനെ 2:33 തൊട്ട് ഏതാണ്ട് ഒരു 4 മണി വരെ, വെളുപ്പിനെ 4 മണി വരെയുള്ള സമയമാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഡെഡിക്കേഷനെ കൺസിഡർ ചെയ്യണം. സാർ ഓഡിയോ കണക്ട് ചെയ്യുന്നതിന് ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. സോ ചാറ്റ് ബോക്സിൽ നിങ്ങളൊക്കെ ഏത് ജില്ലയിൽ നിന്നാണ് എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവും. എനിക്ക് എല്ലാവരും ഇടുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇറ്റ് ഈസ് പ്രൈവറ്റ്. നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാവും. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്, ഭാവിയിൽ എന്താവാൻ ആഗ്രഹം എന്നും കൂടി പറഞ്ഞോളൂ. ഭാവിയിൽ എന്തായി തീരാൻ ആഗ്രഹം എന്നും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. എറണാകുളമാണ് മെജോറിറ്റി അല്ലേ. എറണാകുളം. മർച്ചന്റ് നേവി ആവാൻ ആഗ്രഹിക്കുന്ന ആള്, ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്ന ആള്. യെസ്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആകെപ്പാട് ഡോക്ടർ, എഞ്ചിനീയർ 2 സാധനം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത. യെസ്, CEO ആവാനാണ് ഒരാൾക്ക് ആഗ്രഹം. വേറൊരാൾ പറഞ്ഞൊരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുന്നത് ഒരു വലിയ അപകടം പിടിച്ച സാധനമാണ്. സിനി സാർ ഓക്കെ ആണോ? Yes, I'm okay. Am I audible? Yes, sir. Okay, let's start. Okay. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വെബിനാർ ഇവിടെ ഒരുക്കുന്ന മെഡിഹബ് ഇന്റർനാഷണൽ, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ബിജു സാർ, ഇന്ന് നമ്മളെ ഏവരെയും സ്വാഗതം ചെയ്ത് ഈ ഒരു വെബിനാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി, അതിനുവേണ്ട തയ്യാറെടുപ്പ് എല്ലാം നടത്തി കൃത്യമായി വളരെ പ്രൊഫഷണലായിട്ട് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹരി സാർ, നമ്മളെല്ലാവരും വെൽക്കം ചെയ്തു. ഈ പ്രോഗ്രാം വളരെയേറെ നല്ലൊരു സ്റ്റാർട്ടിങ്, നിങ്ങൾക്കെല്ലാം വളരെ ആസ്വാദികരമായ രീതിയിൽ ഇത് മാറാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഒരു മിഡ് നൈറ്റ് ആണ്. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം, അതും നിങ്ങളുടെ പാഷനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന്, നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്താണെന്നും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു ചെറിയ സെഷനാണിത്. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു 2008 മുതൽ കരിയർ ഗൈഡൻസ് മേഖലയിൽ, പ്രത്യേകിച്ചും കരിയർ ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കൊടുക്കുമ്പോൾ, ഞാൻ അന്ന് മുതൽ ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിലാണെങ്കിൽ പോലും ഓൺലൈൻ സെഷനുകളും മറ്റും കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നേരിടുന്ന ഓരോ കുട്ടികളും പല തരത്തിലും നേരിടുന്ന പ്രതിസന്ധികളൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പലപ്പോഴും വീഴ്ച വരുത്തുന്നത്, നമുക്കൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. മുകളിലേക്ക് എത്ര വേണമെങ്കിലും കെട്ടിപ്പടുക്കണമെങ്കിൽ, എത്ര നില വേണമെങ്കിലും, ഈവൻ ഫ്ലാറ്റ് വേണമെങ്കിലും പണിയണമെങ്കിൽ അത് സാധിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ അനുസരിച്ചാണ്. അതുകൊണ്ട് ഇതൊരു
ലേയിങ് ഫൗണ്ടേഷനായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ നമ്മളെ അറിയണമെന്നുള്ളത്. നമ്മളെ അറിയണമെങ്കിൽ അതിന് എന്താണ് വഴി? നമ്മളെ അറിയുന്നത് പലരിലൂടെയാണ്, പല പ്രോഗ്രാമിലൂടെയും പല കാര്യങ്ങളിലൂടെയും ഇടപെടലിലൂടെയൊക്കെയാണ്. ഇതൊരു ഇൻ്റർവെൻഷനാണ്, പ്രോപ്പർ ഇൻ്റർവെൻഷൻ ഇൻ ദ സെൻസ് നമുക്ക് എന്താണ് വേണ്ടത്, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ഈ സെഷന് ഞാനൊരു 3/4 മണിക്കൂറോളം നിങ്ങളോട് കോഴ്സുകളും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലും ഒക്കെ ആയിട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇപ്പോൾ പലതരത്തിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹരിസാർ പറഞ്ഞ പോലെ ഏത് ലെവലിലാണെങ്കിലും നമ്മൾ +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ഇടയ്ക്ക് ജോബ് സെർച്ചിങ് ഒക്കെ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, സാറ് പറഞ്ഞ പോലെ 10-14 വർഷങ്ങൾ സാറിന് നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ നഷ്ടപ്പെടേണ്ട വരരുത്. ഇന്ന് അങ്ങനെ നഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാര്യം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ, എക്സ്പേർട്ടുകൾ ഉണ്ട്. ഒന്നിലേറെ ആളുകൾ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മെഡി ഹബ് ഇന്റർനാഷണൽ ഇന്ന് ഇവിടെ ഒരുക്കുന്ന വെബിനാർ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള അസസ്മെന്റ് ടൂളുകളുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടൂളുകളുണ്ട്. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേഡ്സ്, പിന്നെ നിങ്ങളുടെ സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്, വാട്ട് ആർ ദ ചലഞ്ചസ് ദാറ്റ് യു ഹാവ് ബീൻ ഫേസിങ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. 3 പ്രധാനപ്പെട്ട പി എന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു പാഷനാണ്. ഒന്ന്, പാഷൻ പലപ്പോഴും തിരിച്ചറിയാതെ പലരും വളരെയേറെ പ്രയാസപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ പാഷൻ ഏതിലാണ്? പാഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കണ്ടെത്തേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് പല തലങ്ങളുണ്ട്, പല ട്രേഡ്സ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷനിലേക്ക്, ഒരു പഠന മേഖലയിലോട്ട് പോകണം എന്നുള്ളതാണ്. 3ാമത്തെ പോസിബിലിറ്റീസ് ആണ്, നിങ്ങളുടെ സാധ്യതകൾ. നമുക്ക് കരിയർ എന്ന് പറയുന്നത് തന്നെ വെറും ഒരു ജോലി കിട്ടുന്നതല്ല. കിട്ടുന്ന ജോലിയിലൂടെ പടിപടിയായി ഉയർന്ന നിലയിലേക്ക് എത്താൻ കഴിയുന്നതാണ്. അങ്ങനെ കഴിയണമെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വിഷയം അത്ര കണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഒരു ബേസ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇടാൻ കഴിയുന്നതായിരിക്കണം. അതുകൊണ്ട് ഓപ്ഷനുകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കർഷകൻ നിലം നന്നായിട്ട് ഉഴുതു മറിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ വിത്തിന്റെ ഗുണം എത്ര നല്ലതാണോ അത്ര കണ്ട് അതിന് ഫലം കിട്ടണമെങ്കിൽ അത്ര കണ്ട് പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഇതുപോലെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലൂടെ വേണം കടന്നു പോകാൻ. ഈ കരിയർ ഗൈഡൻസ് സെമിനാറുകൾ, വെബിനാറുകളെല്ലാം നിങ്ങളെ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് നയിക്കാൻ ഇടയാവേണ്ടതാണ്. പലപ്പോഴും നമ്മളുടെ ഈ പാഷനെയും പേഴ്സണാലിറ്റിയെയും അതേപോലെ നിങ്ങളുടെ ഈ പറയുന്ന പോസിബിലിറ്റിയും തിരിച്ചറിയാൻ കരിയർ മെന്റർമാരെ ഉപയോഗിക്കുന്നത് പലപ്പോഴും പല കുട്ടികളും വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ഡോക്ടർ സ്റ്റഡീസിൽ കേരളത്തിൽ ഒരുപാട് കുട്ടികളെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അവർക്ക് പൊതുവെ ഇല്ലാതെ പോയിട്ടുള്ള കുറച്ച് ഏറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ അവരുടെ പാഷനും പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ പോസിബിലിറ്റീസ് ഒന്നും തിരിച്ചറിയാനാവാതെ പോകുന്ന ഒരു സാഹചര്യം. ഇത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്?
അതുകൊണ്ട് അതിന് ആണ് നിങ്ങൾക്ക് കരിയർ കൗൺസിലിംഗ് ഒക്കെ വേണ്ടത്. കരിയർ കൗൺസിലിങ്ങിലൂടെ വേണം നമ്മളത് തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് നിങ്ങളുടെ +2 കഴിഞ്ഞവര്, ഇവിടെ +2 കഴിഞ്ഞ കുട്ടികൾ എത്ര പേരുണ്ടെന്ന് ഏകദേശം ഒരു ധാരണയുണ്ടോ? ഏകദേശം +2 കഴിഞ്ഞ കുട്ടികൾ. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷന് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷനുകളാണ് പ്രധാനമായും സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, ആ നമ്മൾ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ സ്ട്രീം, സയൻസ്, കൊമേഴ്സ്, ആർട്സ് സബ്ജക്റ്റുകൾ ഇൻ ജനറൽ നമ്മൾ എടുക്കുമ്പോഴും അറിഞ്ഞിരിക്കണം നമ്മളുടെ ആ ഒരു എന്താണ് എടുത്ത സ്ട്രീമിനനുസരിച്ച് പോകാൻ പറ്റുന്ന പോസിബിലിറ്റീസ്. പലപ്പോഴും നമ്മൾ പേഴ്സണാലിറ്റിയും പാഷനും നോക്കിയിട്ടായിരിക്കില്ല സ്ട്രീം എടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ നമ്മുടെ സ്ട്രീമിനെ ഇവിടെ ഹലോ യെസ് നമ്മുടെ സ്ട്രീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ എടുത്ത സ്ട്രീമിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം സാധ്യതകളാണ്. ഇപ്പൊ സയൻസ്, ബയോമാക്സ്, സയൻസ് എടുത്ത കുട്ടികൾ ഇതിനകത്തുണ്ട്. അപ്പൊ സയൻസ് എടുത്തിരിക്കുന്ന കുട്ടികൾ തിരിച്ചറിയണം, നിങ്ങൾക്ക് ബയോമാക്സ് എടുത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊമേഴ്സുകാരുടെയും ഹ്യൂമാനിറ്റീസുകാരുടെയും എല്ലാ ഓപ്ഷനുകളിലേക്കും പോകാൻ പറ്റും. എന്നാൽ കൊമേഴ്സുകാർക്ക് സയൻസുകാരുടെ ഓപ്ഷനുകൾ പോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചില മേഖലകളിൽ, ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും സയൻസുകാരും ഒക്കെ പോകുന്ന ചില ഫീൽഡുകളിലേക്കും പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ചില ഫീൽഡാണ് നമുക്ക് ഈ ജനറലി ഈ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുന്നത്, സൈക്കോളജി മേഖലയിലോട്ട് കടന്നു പോകാൻ പറ്റുന്നത്. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ് സോഷ്യൽ വർക്കിലേക്കും MBA പ്രോഗ്രാമുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എബ്രോഡും എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ എനിവേ, +2 കഴിഞ്ഞ് നിങ്ങൾ എടുത്തിരിക്കുന്ന സയൻസ് ആണ് എങ്കിൽ പ്രധാനപ്പെട്ട ചില ഓഫ് ബീറ്റ് കോഴ്സുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ വളരെയേറെ മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ. എന്തുകൊണ്ട് വേണം മെഡിക്കൽ കോഴ്സുകളെ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇന്ന് ലോകം മുഴുവൻ, ഇപ്പൊ ഞാനിപ്പോ ന്യൂസിലൻഡിലാണ് ഇരിക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള മെഡിക്കൽ ഫീൽഡിൽ, പാരാമെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകളാണ്. അത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. പെട്ടെന്നൊരു ജോലിയും കിട്ടുന്ന ജോലിയിലൂടെ പിന്നീട് നിങ്ങൾക്ക് കരിയർ ബിൽഡപ്പ് ചെയ്ത് നല്ല നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത് നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡിൽ പ്രധാനമായി നിങ്ങൾക്കറിയാം, എൻട്രൻസ് എഴുതി കടന്നു ചെല്ലാവുന്നതും എൻട്രൻസ് എഴുതാതെ ചെല്ലാവുന്നതും. എൻട്രൻസ് എഴുതി കടന്നു ചെല്ലാവുന്ന കോഴ്സുകളിൽ നിങ്ങൾക്കറിയാം MBBS, BDS, BAMS, BHMS, അങ്ങനെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള മേഖലകളിലെല്ലാം എൻട്രൻസ് എഴുതി വേണം. ഇപ്പോൾ നേഴ്സിങ്ങിനും എൻട്രൻസ് ആയിട്ടുണ്ട്. നേഴ്സിങ്ങിനും നമുക്ക് നീറ്റിന്റെ എൻട്രൻസിലൂടെയും അതുകൂടാതെ നമുക്ക് ഓരോ സ്റ്റേറ്റിനും നടത്തുന്ന എൻട്രൻസുകളുണ്ട്. ഇപ്പൊ കർണാടകയ്ക്ക് എൻട്രൻസ് ആയി. അങ്ങനെ ഓരോ സ്റ്റേറ്റും അതിൻ്റെതായ എൻട്രൻസുകൾ നടത്തുന്നുണ്ട്. പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കേരളത്തിലാണെങ്കിൽ LBSന്റെ വഴി അഡ്മിഷൻ, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എൻട്രൻസ് എഴുതിയും എൻട്രൻസ് എഴുതാതെയും പോകുന്ന മെഡിക്കൽ കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകളിലൊക്കെ എൻട്രൻസ് എഴുതാതെ കടന്നു ചെല്ലാനുള്ള സാധ്യതയാണ്. പെട്ടെന്നൊരു ജോലി, 3 വർഷത്തെ പഠിത്തം, 6 മാസം ഇന്റേൺഷിപ്പ്, അത് കഴിഞ്ഞ് ജോലി കിട്ടുന്ന കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇപ്പൊ ഈ മെഡിഹബ് ഇന്റർനാഷണൽ നടത്തുന്ന ഒരു അവര് ഹോസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകളാണ് നിങ്ങൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ കൗൺസിലിങ്ങും അതുപോലെ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള ഗൈഡൻസ് അവർ കൊടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ ഇത്തരത്തിലുള്ള ഏത് കോഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഇനി ഞാൻ ഈ സെഷന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സ് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ മെഡിക്കൽ കോഴ്സുകളുടെ ഒരു സാധ്യത ഞാൻ പറഞ്ഞു, എവിടെയും ഏത് എവർഗ്രീൻ കോഴ്സുകളാണ്.
അതിൽ നേഴ്സിംഗിന് നിങ്ങൾക്ക് എയിംസിലുണ്ട്, ജിപ്മറിലുണ്ട്, അതേപോലെ തന്നെ ലീഡിംഗ് മെഡിക്കൽ കോളേജസിലുണ്ട്. മറ്റ് നഴ്സിംഗ് കോളേജുകൾ ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഓർക്കണം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണെങ്കിൽ കേരളത്തിനേക്കാളും മികച്ചത് കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റുകളിൽ പോയി പഠിച്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി ഒക്കെ കിട്ടി പഠിച്ചിറങ്ങാൻ കഴിയുന്നതാണ്. ഞാൻ 10-12 വർഷത്തോളം നഴ്സിംഗ് കോളേജിലെ വിസിറ്റ് പ്രൊഫസറായിട്ട് നാട്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കറിയാം ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, പാരാമെഡിക്കൽ കോഴ്സുകൾ അതേപോലെ തന്നെ മെഡിക്കൽ കോഴ്സുകളിൽ ഇപ്പം നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസ് എഴുതി അത്തരത്തിൽ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്ത് ആ സ്കോർ വഴി വേണം പോകാൻ. നീറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു 600-ലേറെ സ്കോർ ഉണ്ടെങ്കിലേ നമുക്ക് MBBS അതുപോലെ BDS ആ രീതിയിലുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം 720-ൽ 600 സ്കോർ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പഠിക്കാനുള്ള കഴിവുള്ള കുട്ടികളായിരിക്കണം. അതിൽ ഫിസിക്സിന് നല്ല സ്കോറൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ എൻട്രൻസിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. വെറും ബയോളജിയുടെ മാർക്ക് കൊണ്ട് മാത്രം കഴിയില്ല. എന്നാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്കറിയാം. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻട്രൻസ് ആവശ്യമില്ലാത്തതിനാൽ പാരാമെഡിക്കൽ കോഴ്സുകളിൽ നമുക്കറിയാം ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, തെറാപ്പി കോഴ്സുകളുണ്ട്. തെറാപ്പി കോഴ്സുകൾ പലതും നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾക്കൊരു പ്രാവീണ്യവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോകേണ്ടതുള്ളൂ. ടെക്നിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രാവീണ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠന മേഖലയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എക്സ്പെർട്ടീസ് കിട്ടും. അങ്ങനെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ, ഇപ്പോൾ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ ടെക്നിക്കലായിട്ട് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഇമേജ് ബ്ലഡ് നമ്മുടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളിൽ ടെക്നിക്കൽ കോഴ്സുകളാണ് എങ്കിൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോഴ്സുകളിൽ വളരെയേറെ നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും ഈ സ്കാനിങ് മെഷീൻ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡയാലിസിസ് ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ എപ്പോഴും പ്രോമിസിംഗ് ആയിട്ട് ജോബ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. ഇതൊക്കെ നമുക്ക് കേരളത്തിന് വെളിയിൽ പലയിടത്തും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മികച്ച കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന കോളേജുകളെ കണ്ടെത്തി വേണം നിങ്ങൾ പോകാൻ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അജ്ഞത കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് എവിടെ പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. ഇനി അലീഡ് മേഖലയിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ വെറ്റിനറീസ് ഉണ്ട്, അതുപോലെ ഫോറസ്ട്രി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. ഇതൊക്കെ ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ്. ഗവൺമെന്റ് സെക്ടറിലും ജോലി കിട്ടാൻ വളരെയേറെ സാധ്യതയുള്ള കോഴ്സുകളാണ്. അപ്പം മെഡിക്കൽ ഫീൽഡ് ഒരു മേജർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് കുട്ടികൾ പൊതുവെ ഓപ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം പെട്ടെന്ന് ജോലി കിട്ടുന്നു എന്നുള്ള ഒരു മെച്ചമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ തെറാപ്പി കോഴ്സുകൾ. ഞാൻ മെഡിക്കൽ കോഴ്സിന്റെ പറഞ്ഞു, അല്പം നിങ്ങൾ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് പോകാവുള്ളൂ. ഇപ്പൊ ഫിസിയോതെറാപ്പി ഒരു തെറാപ്പി കോഴ്സുകളാണ്. പിന്നെ ഒക്യുപേഷൻ തെറാപ്പി 100% ജോബ് ഓറിയന്റേഷൻ ഉള്ളതാണ്. ഒക്യുപേഷൻ തെറാപ്പി ആ മേഖലയോട് ഒരു പാഷൻ വേണം. അതായത് ശാരീരിക മാനസിക വൈകല്യം വന്നവർക്ക് വേണ്ട ഒരു എന്താണ് സപ്പോർട്ട് കൊടുക്കുന്ന അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന പോലെ ഒക്യുപേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒക്യുപേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിക്കോളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ജോബ് 100% നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള തെറാപ്പി കോഴ്സുകൾ. അപ്പോൾ മെഡിക്കൽ കോഴ്സുകളിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സുകൾ നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങളുടെ സംശയത്തിനനുസരിച്ച് ഞാൻ ഓരോ കോഴ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. അതേപോലെ തന്നെ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഇപ്പം നമുക്കറിയാം പലരും പൊതുവെ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഒന്നും പോയിട്ട് വലിയ കാര്യമില്ല. അതൊന്നും അതൊക്കെ വളരെ ബാലിശ്യമായ കാര്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്. അതേപോലെ വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് എഞ്ചിനീയറിങ്ങിന്. പക്ഷെ പഠിക്കേണ്ടവർ പഠിക്കണം. പലപ്പോഴും അവരവരുടെ അഭിരുചിയോ അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസോ ഒന്നും തിരിച്ചറിയാതെ
ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പോകേണ്ട ഒരാൾക്ക് ലോജിക്കൽ മാത്തമാറ്റിക്കൽ സ്കിൽസ് മസ്റ്റായിട്ടും വേണം, ഇമാജിനേഷൻ സ്കില്ല് വേണം. ഇതൊക്കെ ഇല്ലാതെ ഒരു കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അതൊരു കടുത്ത അപരാധമാണ് അവന്റെ ലൈഫിലെ കരിയറിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗിൽ നമുക്കറിയാം മദർ ഗ്രൂപ്പിൽപ്പെട്ട മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ട്രിപ്പിൾ ആൻഡ് അതേപോലെ സിവിൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇതിനെ തുടർന്ന് മറ്റ് അലീഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻ അടങ്ങുന്ന 130 ലെയർ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പം ചില എഞ്ചിനീയറിംഗ് ഫീൽഡ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓഫ് ബീറ്റുകളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡും അതുപോലെ എഞ്ചിനീയറിംഗും സംയോജിച്ചുള്ള ഒന്നാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അതൊക്കെ നമുക്കിന്ന് കേരളത്തിൽ പഠിക്കാൻ വരെ അവസരമുണ്ട്. കേരളത്തിന് വെളിയിൽ ഇപ്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അപ്പം അങ്ങനെ ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വരവോടുകൂടി റോബോട്ടിക് ടെക്നോളജിയും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു യുഗം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ നിന്നും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നതും ഓപ്ഷൻ എടുക്കുന്നതും ആയിട്ടുള്ള ഒരു മിടുക്കരായ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ ഏറ്റവും ഹൈ ഫോക്കസ് കൊടുക്കുന്ന ഹോട്ടസ്റ്റ് കോഴ്സിൽ പെട്ടതാണ് കമ്പ്യൂട്ടർ സയൻസ്. കാരണം കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് പോകാവുന്ന വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഡാറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡാറ്റ അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കരിയർ ഓപ്പണിംഗ് തരുന്നു. പിന്നെ സൈബർ സെക്യൂരിറ്റിയും അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനിലേക്ക് പോയി നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ രംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന US ഒക്കെ പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സാധ്യതയാണ് അവിടെ ഒരുങ്ങുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ബിടെക് എടുക്കണമെന്നില്ല, BC എടുത്തിട്ട് നിങ്ങൾക്ക് BCയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡാറ്റാ സയൻസിലും അതേപോലെ ഏതെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയോ മെഷീൻ ലേണിംഗിന്റെയോ ഒക്കെ സർട്ടിഫിക്കേഷനും ഒപ്പത്തിനൊപ്പം എടുത്തുകൊണ്ട് ഡ്യുവൽ സ്പെഷ്യലൈസേഷനോട് കൂടി പോകാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഡിഗ്രി നിങ്ങൾ പഠിക്കുന്നു, ഇപ്പോൾ ഒരു ഓൺലൈൻ ഡിഗ്രി നിങ്ങൾ എടുത്താൽ പോലും നിങ്ങൾക്ക് നല്ല സാധ്യതകളാണ്. ഇപ്പോൾ ഓൺലൈൻ ഡിഗ്രികളൊക്കെ കുട്ടികൾ കുറേ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സഹായങ്ങൾ, അതിനുള്ള ഹെൽപ്പ് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റെഗുലർ പ്രോഗ്രാമിനോടൊപ്പം ഓൺലൈനും ഡ്യുവലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഇപ്പം IIT മദ്രാസ് നിങ്ങൾക്ക് ഡാറ്റാ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 3 വർഷത്തെ കോഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം അവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ കൂടാതെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ BCA എന്ന കോഴ്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മേഖലയിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. BSc കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ മേഖലയിലേക്ക് ഉള്ള സാധ്യതകൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നുള്ളതാണ്. IT മേഖലയിൽ നമ്മൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ ആ ഫീൽഡ് നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രാ പേഴ്സണൽ സ്കില്ലും വളരെ ക്ഷമയോടെ പ്രോഗ്രാം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു പ്രോഗ്രാമർ ആകാനുള്ള എബിലിറ്റി ഉള്ളവർക്ക് ഏറ്റവും മികച്ച സാധ്യതയാണ് എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഔട്ടാവും, ഫീൽഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അതേപോലെ നമുക്ക് ഉള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമും മെഡിക്കൽ സ്ട്രീമും ജനറലി കുട്ടികൾ പോകുന്നതായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആ ഒരു 2 മേഖല ആദ്യം തന്നെ പറഞ്ഞത്. അതുകൂടാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് ഓഫ് ബീറ്റ് കോഴ്സുകളുണ്ട്. അപൂർവങ്ങളായ ചില കോഴ്സുകൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. അല്ലാത്ത കോഴ്സുകളൊക്കെ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ ആർക്കും CA കാരനാകണമെന്നും അക്കൗണ്ടന്റ് ആകണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊക്കെ ഏത് സ്ട്രീമുകാർക്കും പോകാവുന്നതാണ്. പക്ഷേ മാത്തമാറ്റിക്കൽ എബിലിറ്റി നന്നായിട്ട് വേണം. കണക്കുകൊണ്ട് കഥ പറയാനുള്ള കഴിവുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞിരിക്കുന്നതാണ് ആ ഫീൽഡ് എന്ന കാര്യം തിരിച്ചറിയണം. അത് 3 സ്റ്റെപ്പുകൾ കടന്ന് നിങ്ങൾ അതിന്റെ CPT ക്ലിയർ ചെയ്ത് ഇന്ററും കഴിഞ്ഞ് ഫൈനലിലും
ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഒരു CA കാരനാകുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ACCA ഒക്കെ എടുത്ത് ആ രീതിയിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും അക്കൗണ്ടന്റായി മാറാനുള്ള സാധ്യതകളുണ്ട്. അത് ഏത് സ്ട്രീമുകാർക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ചില ഓഫ് ബീറ്റ് കോഴ്സുകളിൽ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ, ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഓഫ് ബീറ്റ് കോഴ്സ് പറയാം. ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ ഒരു ഡോക്ടർ മെഡിക്കൽ ഫീൽഡിൽ ആകണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അല്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് അമൃതയിലുള്ള മോളിക്കുലാർ മെഡിസിൻ എന്നൊക്കെ പറയുന്ന ഒരു കോഴ്സ്. മോളിക്കുലാർ മെഡിസിൻ ബയോളജി പഠിച്ച കുട്ടികൾക്ക് പറ്റിയ കോഴ്സുകളാണ്. അതേപോലെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിക്കും, മാത്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ഒരു കുട്ടിക്ക് വളരെ മികച്ച കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വളരെ കുറച്ച് പ്രൊഫഷണൽസേ ഉള്ളൂ, പക്ഷേ ഉള്ളവർക്കെല്ലാം വലിയ പ്രൊഫൈലിൽ പോകാൻ പറ്റുന്ന, അല്പം മാത്തമാറ്റിക്കൽ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ് നന്നായിട്ടുണ്ടെങ്കിൽ, വിത്ത് ഇമാജിനേഷനോട് കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവും പ്രാവീണ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ആക്ച്വറിയൽ സയൻസ്. ആക്ച്വറിയൽ, നമ്മൾ ആ ആക്ച്വറിയൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വറി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകത്ത് ലണ്ടൻ ആക്ച്വറി എന്നൊക്കെ പറയുന്നത് വെരി ഫേമസ് ആണ്. എന്താണ് ഇവരുടെ വർക്ക്? മറ്റൊന്നുമല്ല, ഇവര് ഹൈ റിസ്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ടെക്നീഷ്യന്മാരാണ്. എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ടുള്ള സർവീസ് അല്ല, അവര് അഡ്വൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിനാൻസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് വേണ്ട ഡയറക്ഷൻ കൊടുക്കുന്നവരാണ്. പോളിസികൾ ഡിസൈൻ ചെയ്യുന്നവരാണ്. ഇൻഷുറൻസ് കമ്പനികളിലാണ് കൂടുതലും ഇവരിപ്പോ നമ്മുടെയൊക്കെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ, രജിസ്റ്റേർഡ് കമ്പനികളിൽ, ഫിനാൻസ് മോണിറ്ററി ഫണ്ടിങ് ഏജൻസികളിൽ ഒക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരിയറാണ്. നല്ല സാലറി ഉണ്ട്, മികച്ച. അപ്പൊ മാത്സ് പഠിച്ചിട്ട് ഇനി എന്തെന്നും പറഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ച് കഴിയുന്ന കുട്ടികൾ BSc മാത്സ് ഓർ സ്റ്റാറ്റിക്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പോകാവുന്ന ഫീൽഡാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാവുന്ന ഓഫ് ബീറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കിവിടെ ജനറലി എയ്ഡഡ് സ്ട്രീമിൽ പഠിച്ച് നിങ്ങൾക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാവുന്ന ഒരു കോഴ്സ് ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, BSc സുവോളജി പഠിക്കുക, എന്നിട്ട് എംബ്രിയോളജി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചാൽ നല്ലൊരു ഫീൽഡാണ്. അധികം കുട്ടികൾ പോകാത്തതാണ്. ഇപ്പൊ നമുക്ക് പഠിക്കാവുന്ന മണിപ്പാലിലൊക്കെയാണ് നമുക്കതിനെ എംബ്രിയോളജിയിലൊക്കെ നിങ്ങൾക്കൊരു MSc പ്രോഗ്രാംസ് ഉള്ളത്. അപ്പം നിങ്ങൾ ചില കോഴ്സുകൾ കൺവെൻഷണൽ ആയിട്ട് ഗ്രാജുവേഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ മാസ്റ്റേഴ്സ് ഏറ്റവും ഓഫ് ബീറ്റ് ആയിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള മേഖലയിലൂടെയൊക്കെ പോകാവുന്ന ട്വിസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് അത് ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് വേണ്ടത്. അല്ലാതെ ഒരു ഇന്ന കോഴ്സ്, ഈ ഒരുപാട് കോഴ്സുകളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ സെഷനുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അത്ര ഇഫക്റ്റീവ് അല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ചില കോഴ്സുകൾ ചില കുട്ടികൾക്ക് സ്യൂട്ട് അല്ല എന്നതുകൊണ്ടാണ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യെസ്, ഇവിടെ ഒരാൾ ഫോട്ടോണിക്സിനെ കുറിച്ച് ചോദിച്ചു. ഫിസിക്സ് പഠിച്ച കുട്ടിക്ക് ഇതും ഒരു വളരെ അപൂർവമായ കോഴ്സാണ്. ഇത് നമുക്ക് കൊച്ചിയിൽ കുസാറ്റിലുണ്ട് ഫോട്ടോണിക്സ്. കേരളത്തിലെ കുസാറ്റിൽ മാത്രമാണ് ഉള്ളത്. ഫോട്ടോണിക്സ് ആർക്കാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് നല്ല രീതിയിൽ പഠിച്ച് ഇലക്ട്രോണിക്സും ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജികൾ സംയോജിച്ച പാഠ്യശാഖയാണ്. വളരെയേറെ സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. ഇനി വരും കാലം നമുക്കറിയാം സ്പേസിലേക്കും അതുപോലെ ISRO, നാസ പോലെയുള്ള രംഗത്തിലേക്ക്, DRDO അതേപോലെയുള്ള വലിയ റിസർച്ച് വിങ്ങുകളിലേക്ക്, ഡിഫൻസിലേക്കും ഒക്കെ വേണ്ട മേഖലയിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആകാൻ കഴിയുന്നതാണ് ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഗ്രാജുവേഷൻ. ഫിസിക്സ് കഴിഞ്ഞവർക്ക് പോകാവുന്ന ഏറ്റവും മികച്ച ഒരു ഫീൽഡാണത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ മർച്ചന്റ് നേവിയെ കുറിച്ച് ഇവിടെ ചോദിക്കണം. അപ്പം നിങ്ങളിപ്പോ ഈ ഓരോ ഇങ്ങനെ ചാറ്റ് കാണുമ്പം അത് തന്നെ പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കുവാണ്. പക്ഷെ എനിക്ക് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓഫ് ബീറ്റ് കോഴ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലിപ്പം ചില കുട്ടികള് ചിലത് ചോദിക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഞാനത് അതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വന്നാലും അങ്ങനെയും പറയാം. അപ്പൊ മെർച്ചന്റ് നേവിയെ കുറിച്ചും അങ്ങനെ അതേപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ മെർച്ചന്റ് നേവിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. മെർച്ചന്റ് നേവിയെ കുറിച്ച് ഒരുപാട് കുട്ടികൾ ഒരുപാട് ഇപ്പോ യൂട്യൂബിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഒരുപാട് ആകർഷണം വന്നു. ഇപ്പൊ ഞാനും ഈ യൂട്യൂബിൽ എന്റെയും വീഡിയോ കിടപ്പുണ്ട് മെർച്ചന്റ് നേവിയെ കുറിച്ചൊക്കെ ഉള്ളത്.
ഇപ്പൊ മർച്ചന്റ് നേവിയിലേക്ക് പോകുമ്പോൾ അതിലേക്ക് ആകർഷിക്കുന്നത് പൊതുവെ നല്ല സാലറിയും അതുപോലെ തന്നെ ഒരു ഗ്ലാമറും ഒക്കെയാണ് എങ്കിൽ ആ സാലറിയിലേക്കൊക്കെ കാര്യമായ ഒരു 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 പ്രൊഫൈൽ വരുന്നത് നിങ്ങൾ ആ ഫീൽഡിലെ ഏറ്റവും മികച്ച കോഴ്സുകളൊക്കെ എടുക്കുമ്പോഴാണ്. ലോ പ്രൊഫൈലുള്ള കോഴ്സുകളൊന്നും എടുത്തു കഴിഞ്ഞാൽ വലിയ സാലറി ആസച്ച് തുടക്കത്തിൽ കിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത് നമ്മൾ കരിയർ പാത്വേസ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പം ആരണ്ട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. യെസ്, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മെർച്ചന്റ് നേവിയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് പോകേണ്ടതെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ബിടെക് എടുക്കണം. ആ രീതിയിൽ പോവുകയാണെങ്കിൽ അല്പം കൂടി ഒത്തന്റിക് ആവും. അതല്ലെങ്കിൽ നിങ്ങൾ ഡെക്കിലാണ് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഷിപ്പിന്റെ സർവീസ് സെക്ടറിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നോട്ടിക്കൽ സയൻസിൽ നിങ്ങൾ BSc ഡിഗ്രി എടുക്കുക, എന്നിട്ട് പോവുക. പിന്നെ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കണം, കാർഗോ ഷിപ്പ് ആൻഡ് ക്രൂയിസ് ഷിപ്പ് ഉണ്ട്. ക്രൂയിസ് ഷിപ്പിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഹൈ പ്രൊഫൈലുള്ള ആ ഒരു ഇതിലേക്ക് വരേണ്ടതുണ്ട്. കാർഗോ ഷിപ്പിലെ മർച്ചന്റ് നേവി എന്ന് പറയുന്നത് കാർഗോ ഷിപ്പ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ചരക്ക് കപ്പലാണ് നിങ്ങളുടെ ജോലി. അപ്പം ആ ചരക്ക് കപ്പലിലുള്ള ജോലി എന്ന് പറയുമ്പം തന്നെ നിങ്ങൾ ലോ പ്രൊഫൈലിലുള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ. ലോ പ്രൊഫൈലല്ല, നമ്മളെല്ലാം ഹൈ പ്രൊഫൈൽ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരു ലോ പ്രൊഫൈലിലേക്കായിരിക്കും ചില കോഴ്സുകൾ നിങ്ങളെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എടുക്കേണ്ട കോഴ്സുകളിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോരുത്തരും ഒരു പേഴ്സണലി, എനിക്ക് തോന്നുന്നു മർച്ചന്റ് നേവിയിലേക്കൊക്കെ പോകേണ്ട കുട്ടികൾ പൊതുവെ ഒരു കരിയർ കൗൺസിലിംഗ് പോലും എടുക്കാതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലും കേട്ടിട്ട് അവിടെ ഇവിടെയും കേട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി ജോയിൻ ചെയ്യരുത്. നിങ്ങൾ അതിന് ആദ്യം തന്നെ ഒരു കരിയർ കൗൺസിലിംഗ് എടുത്ത് വേണം അങ്ങനെയുള്ള ഫീൽഡിലേക്ക്. കാരണം അതേപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, അതേപോലെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അതിന്റെ എക്സ്പെർട്ടുകളോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടേ പോകാവൂ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഞാനിതിപ്പോ ചാറ്റിൽ കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏവിയേഷൻ ഫീൽഡിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ AME കോഴ്സുകളെല്ലാം വളരെ ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. വരും കാലങ്ങളിൽ നല്ല സാധ്യതയുള്ളതാണ്. മികച്ച സ്ഥാപനങ്ങൾ പഠിച്ചിറങ്ങാൻ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ അത് ജോബ് ഓറിയന്റഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏവിയേഷൻ ഫീൽഡിൽ തന്നെ ടെക്നിക്കൽ സൈഡിലുണ്ട്. പൈലറ്റ് ആകുന്നത് മുതൽ അതേപോലെ തന്നെ അതിന്റെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കുള്ളതുണ്ട്, കൂടെ സർവീസ് സെക്ടറിലേക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് വെറും ഒരു BBA പ്രോഗ്രാം എടുത്തും നമുക്ക് അതിന്റെ സ്റ്റാഫിംഗ്, എയർപോർട്ട് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ക്രൂസ് ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന, സ്റ്റുവേർഡ്സ് ആയിട്ട് മാറാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഏറെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിനകത്ത് ആണ് നിങ്ങൾ പൈലറ്റ് ആകാനും അതുപോലെ തന്നെ നിങ്ങൾ എയർ ഹോസ്റ്റസ് ആകാനും ഒക്കെ ഉള്ളതാണെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിച്ച്, പക്ഷെ പൈലറ്റ് ആകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല രീതിയിലുള്ള ഒരു പ്രൊഫൈൽ വേണം. മാൻഡേറ്ററി സബ്ജക്റ്റായ ഫിസിക്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. എൻട്രൻസ് ക്ലിയർ ചെയ്യണം. എന്നിട്ട് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് റായ്ബറേലിയിലെ രാഷ്ട്രീയ ഉറാൻ അക്കാദമി, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ. ട്രിവാൻഡ്രത്ത് രാജീവ് ഗാന്ധി അക്കാദമി നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഏവിയേഷൻ അക്കാദമീസ് ഒക്കെ ഉണ്ട്. പക്ഷേ പല കുട്ടികളും ഷോർട്ട് ടൈം കോഴ്സുകൾ ഏവിയേഷൻ സർവീസ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വളരെ ലോ സാലറി ആയിരിക്കും അവിടെ ഉള്ളത്. കാണുമ്പോൾ നല്ല ഗ്ലാമറാണ് എന്ന് പറഞ്ഞാലും അത്ര മികച്ച ഒരു സാലറി കിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ATC എയർ ട്രാഫിക് കൺട്രോളർ ആകണമെങ്കിൽ BSc ഇലക്ട്രോണിക്സ് അല്ലെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട്, ഈവൻ പോളിടെക്നിക് കഴിഞ്ഞിട്ട് പോകണമെങ്കിലും നിങ്ങൾക്ക് ആ മേഖലയിലോട്ട് കടന്നു പോകാവുന്നതാണ്. എയർ ട്രാഫിക് കൺട്രോളർക്ക് ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ് ഏവിയേഷൻ ഫീൽഡിലുള്ളത്. കാരണം പൈലറ്റ്സിന് വരെ സിഗ്നൽസ് ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള എല്ലാവിധ ഡയറക്ഷനും കൊടുക്കുന്ന ഒരു കമാൻഡിങ് ആ ഒരു ലെവലിലോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പം AME കോഴ്സുകളിലേക്ക് ATCയിലേക്ക് നിങ്ങൾക്ക് പോകാനാണെങ്കിൽ അതൊരു നല്ല ഒരു ചോയ്സ് ആയിരിക്കും. പല കുട്ടികളും കേരളത്തിന് വെളിയിലുള്ള കുട്ടികളൊക്കെ ഈ ATCയിലേക്കൊക്കെ പോകുന്നുണ്ട്. കേരളത്തിലുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള ഓപ്ഷനുകളൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യെസ്, അപ്പം നമ്മൾക്ക് ഇങ്ങനെ എഞ്ചിനീയറിങ്ങിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്ന് ആഗ്രഹം തോന്നുന്ന പല തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കോഴ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇപ്പോ ടെക്നോളജിയുടെ അഡ്വാൻസ് കൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഒരുപാട് മേഖലകൾ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് കിട്ടാം. പക്ഷേ നമ്മളെക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന തരത്തിലുള്ള മെഷീനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഒരു ഇൻഫ്ലുവൻസ് ഇനി വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വളരെയേറെ മാനവിക വിഷയങ്ങൾ പഠിച്ചും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഒരു സ്ഥാനം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ മേഖലയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്ന നമ്മളുടെ പെർഫോമൻസിനേക്കാളും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പെർഫോമൻസ് ഒക്കെ വരും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഏത് കോഴ്സാണ് അതിനോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പഠിക്കുന്ന ഒരു സെൻസ് ആണ് നിങ്ങൾ ഇനി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ കരിയറിൽ തന്നെ നമ്മൾ ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സഹായത്തോടു കൂടി അസസ്മെന്റ് നടത്തി കുട്ടികളുടെ അഭിരുചി കണ്ടെത്താനുള്ള ആ ഒരു റിസർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്ന് പറയുന്ന പോലെ എല്ലാ മേഖലയിലേക്കും മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും എല്ലാ രംഗത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ കോഴ്സിനോടൊപ്പത്തിനൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ഒരു താല്പര്യം കാണേണ്ടതാണ്. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ആ ഒരു ഫീൽഡിൽ നിങ്ങൾ പണ്ട് നമ്മൾ കമ്പ്യൂട്ടറിനോട് എങ്ങനെയാണോ സമീപിച്ചത്, കമ്പ്യൂട്ടറിനോട് കാട്ടിയ അതേ ഒരു സമീപനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട് ഇനി കാട്ടണം. അതേപോലെ അഡ്വാൻസ്ഡ് ആവുകയാണ്. 1000 മടങ്ങ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് ഒരു ഇൻഫ്ലുവൻസോട് കൂടിയാണ് AI വരുന്നത്. AI എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ യൂട്യൂബിലൂടെ ഒക്കെയുള്ള വീഡിയോസിലൂടെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു കരിയറിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സുകളോടൊപ്പം നിങ്ങൾക്ക് അതിന്റെ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ കൂടെ എടുക്കുകയാണെങ്കിൽ വളരെയേറെ നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മാനവിക വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആർട്സ് സബ്ജക്ട് പഠിച്ചവർ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പഠിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉള്ള സാധ്യതകൾ കുറേയൊക്കെ. ഉദാഹരണത്തിന് സൈക്കോളജി മാനവിക വിഷയത്തിൽ പെട്ടതാണ്. പക്ഷേ ഈ സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും അതുപോലെ തന്നെ നമ്മളുടെ ആർട്സുകാർക്ക് വളരെയേറെ പ്രിയങ്കരമായ ഒരു കോഴ്സാണത്. കാരണം സൈക്കോളജി വരും കാലങ്ങളിൽ അതിന് സാധ്യത കൂടും. കാരണം മാനസികാരോഗ്യം മനുഷ്യരുടെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ മനുഷ്യർക്ക് അത്തരത്തിലുള്ള ഡയറക്ഷൻ കൊടുക്കേണ്ട വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനുകളിൽ സൈക്കോളജിസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കൊടുക്കുന്ന ആളല്ല. മെഡിസിൻ കൊടുക്കുന്ന ആൾ സൈക്കാട്രിസ്റ്റ് ആണ്. MBBS കഴിഞ്ഞ് അതിൻ്റെ അകത്ത് MD എടുക്കുന്ന ആളാണ് സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മരുന്നില്ലാതെ മനുഷ്യരുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന സഹായിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന സൈക്കോളജിസ്റ്റ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ MPhil, PhD വരെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് കൂടാതെ സൈക്കോളജിയിൽ നിന്നും നിങ്ങൾക്ക് വിവിധങ്ങളെ സ്പെഷ്യലൈസേഷനുകളുണ്ട്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് ആൻഡ് കരിയർ, ഇത് പല മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാവുന്നതാണ്. പിന്നെ സൈക്കോളജിയിൽ നിന്ന് ഫോറൻസിക് സയൻസിലേക്കും ക്രിമിനോളജിയിലേക്കും സ്പെഷ്യലൈസേഷൻ എടുത്ത് പോകാം. സൈക്കോളജി പഠിച്ചിട്ട് സിവിൽ സർവീസിന് പോകാം, സൈക്കോളജി പഠിച്ച് ഫോറിൻ സർവീസിന് പോകാം. അങ്ങനെ എല്ലാം കൊണ്ട് സൈക്കോളജി ഒരു ഗംഭീരമായ ഒരു ഓപ്ഷനാണ്. ഇപ്പൊ നീറ്റ് ഒക്കെ കിട്ടാത്ത കുട്ടികളൊക്കെ സൈക്കോളജിയിലോട്ടൊക്കെ തിരിയുന്ന ഒരു ട്രെൻഡ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ട്രെൻഡിനെക്കാളും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ടാലന്റിന് നിങ്ങൾക്ക് പറ്റിയതാണോ, നിങ്ങളൊരു മാനവികമായ മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യർക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യമായ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം സൈക്കോളജി പോലെയുള്ള ഫീൽഡിലോട്ട് പോകാം. അതേപോലെ തന്നെയാണ് സൈക്കോളജിയോടൊപ്പം ഒരു പ്രൊഫൈൽ കിട്ടുന്നതാണ് വിദേശ രാജ്യത്ത് വന്നാൽ സൈക്കോളജിയെക്കാളും കൂടുതൽ പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്. ഇപ്പൊ ഹരിസാർ പറഞ്ഞ പോലെ സോഷ്യൽ വർക്ക്. അപ്പൊ ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സോഷ്യൽ വർക്ക് ഫീൽഡിലാണ്. അപ്പം സോഷ്യൽ വർക്കിന് അതിൽ മെഡിക്കൽ സൈക്കാട്രി സ്പെഷ്യലൈസേഷൻ എടുത്ത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലെവലിൽ സോഷ്യൽ വർക്ക് പഠിക്കും. ഇപ്പൊ +2 തലമുറകളിൽ സോഷ്യൽ വർക്ക് ഉണ്ട്. സോഷ്യൽ വർക്ക് നിങ്ങൾ ഏത് സ്ട്രീമുകാർക്കും പോകാവുന്നതാണ്. അതിൽ ഗ്രാജുവേഷൻ BSW എന്ന് പറയും, അതിന്റെ മാസ്റ്റേഴ്സ് MSW,
അത് നമുക്ക് 100 കണക്കിന് കോളേജുകൾ ഇന്ന് ഇന്ത്യയിൽ കിട്ടും. കേരളത്തിൽ തന്നെ 50-ലധികം കോളേജുകളിൽ നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നാണ്. സോഷ്യൽ വർക്കിൽ തന്നെ വിവിധങ്ങളായ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ ഏറ്റവും മികച്ചത് നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമുള്ളത് സോഷ്യൽ വർക്കിനാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞാനും പല കുട്ടികളും മറ്റു പല ഫീൽഡിലും കഴിഞ്ഞിട്ട് വിദേശത്ത് പെട്ടെന്ന് ജോലി കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു പ്രൊഫൈലിലോട് കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ചോദിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് സോഷ്യൽ വർക്കാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വലിയ കാര്യമായ സാലറി ഒന്നും കാണില്ല. പക്ഷെ ഗ്രാജുവലി അത് ഡെവലപ്ഡ് കൺട്രീസിലുള്ള സാധ്യതകളൊക്കെ ഡെവലപ്പിംഗ് ആവുമ്പം ഒരു രാജ്യം ഡെവലപ്ഡ് ആകും തോറും അതിന് സാധ്യത കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യം വരും കാലങ്ങളിൽ കൂടുതൽ മികച്ച അവസരങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആ ഒരു ലെവലിലേക്ക് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പം ഈ പറയുന്ന സാധ്യതകൾ അവിടെയുള്ള കോഴ്സുകളുടെയും അവിടെയുള്ള സാധ്യതകളുടെയും ഒക്കെ ഒരു കുറേയേറെ ഒരു എന്താ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെയും വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിദേശത്ത് പോയില്ലേ പോലും നമ്മുടെ നാട്ടിലും സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്ക് ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ട് സിവിൽ സർവീസിലോട്ട് പോകാം. പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ ബയലാറ്ററൽ അതുപോലെ UN സിവിൽ സർവീസിലോട്ട് വരെ പോകാവുന്ന സാധ്യതയുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ട് ടീച്ചിങ്ങിന് മാത്രം പറഞ്ഞ് ഇരിക്കാതെ അത് ഒരു എന്താണ് പല പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്കും സിവിൽ സർവീസിലേക്കും ഒക്കെ ലക്ഷ്യം വെക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പോകാവുന്ന ഒന്നാണ്. പിന്നെ ഇക്കണോമിക്സ് പഠിച്ചാലും ഇതേപോലെ നല്ല സാധ്യതയാണ്. വരും കാലങ്ങളിൽ ഇക്കണോമിക്സ് പഠിച്ചാൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നോബൽ പ്രൈസ് വരെ കിട്ടാവുന്നത് മുതൽ താഴോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് എന്താണ് ബാങ്കിങ് സെക്ടറിലേക്കും അത് ഇൻഷുറൻസ് മേഖലകളിലേക്കും അതേപോലെ ഫണ്ടിങ് ഫിനാൻസ് മോണിറ്ററി അത്തരത്തിലുള്ള സർവീസുകളുള്ള അടുത്തും അതിന്റെ സ്പെഷ്യലൈസേഷൻസ് പലതിലേക്ക് നമുക്ക് പോകാം. ഡെവലപ്മെന്റ് സ്റ്റഡീസിലേക്കും ഈ ഇക്കണോമെട്രിക്സ് എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡുണ്ട്. എക്കണോമിക്സ് ടീച്ചിങ് മേഖലയിലും വളരെ സാധ്യതയുള്ളതാണ്. നല്ല മിടുക്കരായവർക്ക് പോകാവുന്നതാണ്. പണ്ടൊക്കെ മാർക്ക് കുറഞ്ഞവര് ചൂസ് ചെയ്ത് പോകുന്ന ഒന്നായിരുന്നു നമ്മളുടെ ഇതെങ്കിൽ ഇന്നിപ്പോ അത് മാറി നമ്മള് കൂടുതലും എന്താണ് ഈ നമ്മളുടെ എക്കണോമിക്സിൽ ഗ്രാജുവേഷൻ എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ഡോക്ടർ ലെവലിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസസ് അത് ഹിസ്റ്ററി എടുത്തിട്ടും നിങ്ങൾക്ക് ആർക്കിയോളജി ആന്ത്രോപോളജി അങ്ങനെയുള്ള മേഖലയിലോട്ടൊക്കെ തിരിഞ്ഞു പോകാവുന്നതാണ്. സോഷ്യൽ സയൻസിന് പഠിച്ചാൽ ഇനി വരും കാലങ്ങളിൽ സ്ഥാനമില്ല സാധ്യതയില്ല എന്നൊന്നും പറയരുത്. പക്ഷെ അതിനോടൊപ്പം നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയും കൂടെ ഒപ്പത്തിനൊപ്പം പഠിച്ച് സയന്റിഫിക് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോ ഒരു എൻക്വയറി ഇപ്പോ നിങ്ങൾ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഞാൻ പറഞ്ഞല്ലോ. ഇലക്ട്രോണിക്സിൽ നിന്നും എയർ ട്രാഫിക് കൺട്രോളിലേക്കും അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഫീൽഡിലേക്കും നമുക്ക് പോകാവുന്ന സാധ്യതകളാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു എഞ്ചിനീയറിംഗിലെ ഏറ്റവും മികച്ച ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള രീതിയിലേക്ക് നമ്മളത് പഠിച്ചു വന്നെങ്കിൽ മാത്രമേ കരിയറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്താണ് കൊമേഴ്സ് പഠിച്ച ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊമേഴ്സ് കഴിഞ്ഞാലുള്ള സാധ്യത BCom പല കുട്ടികളും പോകാറുണ്ടെങ്കിലും BCom എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു വെറും ഒരു എന്താണ് നമ്മൾ ഒരു ഗ്രാജുവേഷൻ എടുത്ത് ബാങ്കിങ് സെക്ടറിലേക്ക് പോകുന്നത് ഒരു 4ാമത്തെ ഓപ്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം BComൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ് എന്റർപ്രന്യൂർ ആകാനുള്ള സാധ്യതയാണ് ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സാധ്യത. ഒരു ജോലിയല്ല ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളുടെ കരിയറിന്റെ പ്രൊഫൈല് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നതാണ്. ഹലോ അപ്പോ നമുക്ക് അതേപോലെ BComൽ നിന്നും നിങ്ങൾക്ക് പോകാവുന്ന സ്പെഷ്യലൈസേഷൻസ് ഏറെ ഉണ്ട്.
അത് മാർക്കറ്റിംഗ്, ഫിനാൻസ് കൂടാതെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഈവൻ അഗ്രികൾച്ചർ വരെ സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഗ്രാജുവേഷൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ബികോം കഴിഞ്ഞ് പിന്നെ വേണേ അഡ്വാൻസ്ഡ് ആയിട്ട് അവര് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ മേഖലയിലോട്ടും ഈ പറയുന്ന എന്താണ് CA-യിലേക്കും ACC-യിലേക്കും ഒക്കെ പോകുന്ന പോലെ CMA പോലുള്ള വളരെ പ്രൊഫഷൻസി കിട്ടുന്ന, വളരെ ലീഡർഷിപ്പ് കിട്ടുന്ന മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് ഈവൻ CEO വരെ ആകാൻ പറ്റുന്ന തരത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഒരു ഗ്രാജുവേഷനോടൊപ്പം നിങ്ങൾ ഈ ഭാവിയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിനോടൊപ്പം ഗ്രാജുവേഷനോടൊപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ഡിഗ്രിയോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഓൺലൈൻ ഡിഗ്രി വേണേൽ എടുക്കാം, അതല്ലെങ്കിൽ ഡ്യുവൽ പ്രോഗ്രാംസ് പോകാം, അതല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പോകാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഗ്രാജുവേഷനോടൊപ്പം നിങ്ങളൊരു കോച്ചിങ് എടുത്ത് പോകണം. നമ്മൾക്ക് ഇവിടെ പല കുട്ടികൾക്കും എന്താണ് ഈ +2 കഴിയുമ്പോൾ തന്നെ വലിയ കാര്യമായ അംബീഷനോ എൻട്രൻസുകളെ കുറിച്ചുള്ള ധാരണയോ കാണില്ല. ഡോണ്ട് വറി, നിങ്ങൾ ഗ്രാജുവേഷൻ എടുക്കുന്നതോടൊപ്പം അപ്പോൾ നിങ്ങൾ മച്യൂർ ആവും. അപ്പോൾ തന്നെ നിങ്ങൾ അതിനോടൊപ്പം ഇന്ത്യയിലാണേലും വിദേശത്താണേലും പഠിക്കുന്നതോടൊപ്പം വിദേശത്തേക്ക് പോയാൽ നിങ്ങൾ അതിന്റെ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതിലേക്ക് വരുന്നതിന് പകരം നിങ്ങൾ ഏൺ ചെയ്യാനുള്ള ഒരു ട്രെൻഡിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ അല്പം കൂടി കാര്യക്ഷമമാക്കാൻ നിങ്ങൾ ഡിഗ്രിയോടൊപ്പം, ഇപ്പോൾ ഉദാഹരണത്തിന് BCom ആണെങ്കിൽ അല്ലെങ്കിൽ BBA ആണെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി, കൊമേഴ്സ് ഡിഗ്രിയോ മറ്റേ എനി ഡിഗ്രി ഒപ്പത്തിനൊപ്പം നിങ്ങൾക്കിപ്പോ ഒരു കൊമേഴ്സ് രംഗത്തേക്കാണെങ്കിൽ MBA പ്രോഗ്രാമുകൾക്ക് വേണ്ടി CA, CAT-ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ACC-ക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ ഫീൽഡിലെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം, ഈവൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ കുട്ടികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഗ്രാജുവേഷനോടൊപ്പം കൃത്യമായിട്ട് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ പോകാൻ പറ്റുന്ന 2 പ്രോഗ്രാമുകൾ ഞാൻ പെട്ടെന്ന് പറയാം. കൊമേഴ്സുകാരും അല്ലെങ്കിൽ ഏത് സ്ട്രീമുകാർക്കും പോകാം, പക്ഷെ കൊമേഴ്സുകാർ പോയാൽ വളരെ നല്ലതാണ്. ഒന്ന്, റൂറൽ മാനേജ്മെന്റിന് IRMA എന്ന് പറയുന്ന സ്ഥാപനം ഗുജറാത്തിലുണ്ട്. ആ IRMA-യിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി ചെയ്യുവാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി, ഫെലോഷിപ്പോട് കൂടി നിങ്ങൾക്ക് അവിടെ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഉയർന്ന കരിയർ ലെവലിലേക്ക് റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ മാനേജ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഫോറസ്റ്റ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ഭോപ്പാലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുവാനാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം CAT-ന്റെ സ്കോർ ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. IRMA-യുടേതായ എൻട്രൻസ് ആണ്. IRMA-യുടെ എൻട്രൻസ് ഇപ്പം ഫോറസ്റ്റ് മാനേജ്മെന്റ് CAT സ്കോറോട് കൂടി നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് വളരെ സമ്പന്നമാണ്. അവിടെ നിങ്ങൾക്ക് മാനേജ്മെന്റ് ഫീൽഡിൽ ഫോറസ്റ്റ് മാനേജ്മെന്റിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെയേറെ സാധ്യതയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെ ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട്. ഒരു ഗ്രാജുവേഷൻ ജനറൽ ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാവുന്ന മേഖലകളുണ്ട്. ഇവിടെ എനിക്ക് വന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ചാണ്. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മേഖല താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് നമുക്ക് കൊച്ചി കുസാറ്റിലുണ്ട്. അതുപോലെ ഇപ്പം ചോദിച്ച ഓഷ്യാനോഗ്രഫിയും നമ്മുടെ കുസാറ്റിൽ തന്നെയുള്ള കോഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അംബീഷ്യസ് ആണെങ്കിൽ എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. നല്ല സാധ്യതയുള്ളതാണ്. ഫയർ ആൻഡ് സേഫ്റ്റി നമുക്കറിയാം, അത് നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ കിട്ടുന്നത് നാഗ്പൂരാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി കിട്ടുകയാണെങ്കിൽ വളരെയേറെ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഒരു മേഖലയാണ്. ഗൾഫ് കൺട്രീസിലടക്കം നല്ല സാധ്യത ഉള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസിലേക്ക് പല കുട്ടികൾക്കും ഈ ഡിഫൻസ് ഇന്ത്യയിൽ ഞാൻ ഏകദേശം 24 സ്റ്റേറ്റുകളിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ അടുത്ത അവധിക്കാലത്ത് 25ാമത്തെ സ്റ്റേറ്റിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നതും. അപ്പൊ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ പോയപ്പോൾ ഞാൻ കണ്ടത് കേരളത്തിലെ ഉള്ള കുട്ടികളെക്കാളും കൂടുതൽ കുട്ടികളുടെ കരിയർ ഓപ്ഷനിൽ അവർ ഓപ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഫീൽഡ് എന്ന് പറയുന്നത് ഡിഫൻസിലാണ്. ഡിഫൻസ് എന്ന് പറയുന്നത് എയർഫോഴ്സ്, നേവി, ആർമി, അതേപോലെ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെയാണ്. കേരളത്തിലെ കുട്ടികളിൽ കൂടുതൽ പേരും ട്രെൻഡിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് ആകാം.
പെട്ടെന്ന് ജോലി കിട്ടി വിദേശത്തേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്നതിലൊരു സംശയവും വേണ്ട. നഴ്സിംഗ് അടക്കം ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും പോകാനാണ്. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യയെ സേവിക്കാൻ പാട്രിയോട്ടിക് ഫീലിംഗ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫൻസിലെ എയർഫോഴ്സ് നേവി ആർമിയിലോട്ട് പോകാം. അതിനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ, ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞെങ്കിൽ പോലും 12.5 വയസ്സ് വരെ 19.5 വയസ്സ് വരെ ചാൻസ് ഉണ്ട്. 2 അറ്റംപ്റ്റ് ഉണ്ട്. NDA നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല പഠന മികവുണ്ട്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ആൻഡ് ഇന്റലക്ച്വലി നിങ്ങൾ മിടുക്കരാണെങ്കിൽ മാത്രമേ NDAയിൽ കിട്ടുകയുള്ളൂ എന്ന കാര്യം ഓർക്കണം. വെറും ഇന്റലക്ച്വൽ സർവീസ് മാത്രമല്ല, ബോഡിയിലെ കിനസ്തെറ്റിക് എനർജിയും വേണം. അങ്ങനെ ഡിഫൻസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൽ പ്രിഫറബിളി എല്ലാവരും അല്പം കൂടി അരിസ്ട്രോക്രാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നേവിയിലായിരിക്കും. നേവിയാണ് കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരല്പം കൂടി അത് ഒരു എലഗന്റ് ആണ് ഉള്ളതുകൊണ്ട് അതിന്റെ അട്രാക്റ്റീവ് ആണ് നേവി എന്നുള്ളത്. അതിന്റെ ഒരുപാട് മേഖലയിലോട്ട് നമുക്ക് കടന്നു ചെല്ലാവുന്നതാണ്. നേവി, അതുപോലെ എയർഫോഴ്സ്, ആർമി. അപ്പം ഈ 3 ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന അത് നിങ്ങൾ മനസ്സിലാക്കണം. കൂടാതെ നമ്മളുടെ കുട്ടികൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് NDA ഒക്കെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. ബട്ട് അത് കിട്ടിയില്ലെങ്കിലും വിട്ടുകളയരുത്. നിങ്ങൾ അതിനോടുള്ള ഡിഫൻസിൽ എത്താനുള്ള ആഗ്രഹമാണെങ്കിൽ മധുരപ്രതികാരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രാജുവേഷൻ എടുക്കുക. സയൻസ് ഡിഗ്രി ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഓഫീസ് വിങ്ങിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് വഴി ഗ്രാജുവേഷൻ ശേഷം 24 വയസ്സ് വരെ ചാൻസ് ഉള്ളൂ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൽ നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് ചെന്നൈ അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ CDS ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. CDS ഒന്നും നമ്മുടെ കുട്ടികൾ അധികം ശ്രദ്ധിക്കാറില്ല. ഇനി കേന്ദ്ര സർവീസിലേക്കും അതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലേക്കും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാണെങ്കിൽ ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പാരാമിലിറ്ററി സർവീസുകളിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അർദ്ധസൈനിക വിഭാഗങ്ങൾ ഒരുപാടുണ്ട് അതിലേക്ക്. അതുപോലെ തന്നെ അഗ്നിപഥ് എന്ന് പറയുന്ന പ്ലസ് ടു വേണ്ട, ഈവൻ 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസ യോഗ്യതയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. 17 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷത്തെ സർവീസാണ് പറയുന്നത്. സർവീസ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നല്ലൊരു തുക നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേരെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചു പോന്നാൽ അത് കഴിഞ്ഞ് ഡിഗ്രി ഗ്രാജുവേഷൻ ചെയ്താൽ പോലും അതൊരു നല്ലൊരു കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് ആണ്. അങ്ങനെയും ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പം ഇൻ ജനറൽ നമുക്ക് കരിയറിൽ നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യണോ, ഇന്ത്യയിൽ വേണോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ സ്കില്ല്, ഇപ്പൊ ഉദാഹരണം സ്പോർട്സിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോകാനാണെങ്കിൽ ഞാൻ ചില കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടുന്നതിനെ കുറിച്ച്, സർവീസസ് ജോലി കിട്ടുന്നതിനെ കുറിച്ച്, അതേപോലെയുള്ള മേഖലയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നത്? അപ്പം അതൊക്കെ ലക്ഷ്യം വെച്ച് അതിൻ്റെയൊക്കെ വേക്കൻസീസ് ഒക്കെ നോട്ടിഫൈ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ പൊതുവെ കുട്ടികൾ അധികം പോകാറില്ല എന്നുള്ളതാണ്. അപ്പം ഇത് പൊതുവെ കരിയറിൽ കേരളത്തിൽ വെളിയിലുള്ള കുട്ടികൾ കൂടുതൽ കൺസേൺ ആണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ ടെക്നിക്കൽ സ്കില്ലുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് ചില കുട്ടികൾ ഇപ്പം ഓൾറെഡി ചോദിച്ചു ഈ ഡിസൈൻ മേഖലകളിലേക്ക്, അതുപോലെ വെബ് ഡിസൈനിങ്ങോ അങ്ങനെയൊക്കെയുള്ള പല ഡിസൈനിങ് ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ പൊതുവെ ഡിസൈനിങ് മേഖല, നിങ്ങൾക്ക് കഴിവുണ്ട് വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും കഴിവുണ്ടെങ്കിൽ അതൊരു സ്കില്ലാണ്. സ്പേഷ്യൽ വിഷ്വൽ എബിലിറ്റി ഉള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. അതുള്ളവർക്ക് ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാപനം ഇന്ത്യയിൽ IIT കടപിടിക്കുന്ന സ്ഥാപനമാണ്. അതാണ് നിഡ് എന്ന് പറയുന്നത്. നിഡിന്റെ 6-7 ബ്രാഞ്ചസ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലായിട്ടുമുണ്ട്. നിഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അത് അഹമ്മദാബാദിലാണ് അതിന്റെ മെയിൻ ക്യാമ്പസ് ഉള്ളത്. ഡിസൈൻ നിഡ് ഡാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എഴുതിയാണ് കടന്നു ചെല്ലുന്നത്. ഇത് കൂടാതെ ഡിസൈൻ മേഖലയിൽ BDESൽ ബാച്ചുലർ ഓഫ് ഡിസൈനിൽ എടുക്കാൻ നിങ്ങൾക്ക് UCD എന്ന് പറഞ്ഞ എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് മുംബൈ IITയിലേക്കുള്ള ഗ്രാജുവേഷൻ പ്രോഗ്രാമിലുള്ള എൻട്രി ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിഫ്റ്റ് എന്ന് പറഞ്ഞ 16ഓളം നിഫ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ ഒന്നുണ്ട്, കണ്ണൂരുണ്ട്. അതേപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് നിഫ്റ്റിന്റെ ഉണ്ട്.
ഇവിടെയൊക്കെ ഡിസൈൻ മേഖലകളിൽ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ്, അപ്പാരൽ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈനിങ്, അങ്ങനെ ഉള്ള ഡിസൈനിങ് മേഖലയിലുള്ള കോഴ്സുകളുണ്ട്. ഇപ്പം വെബ് ഡിസൈനിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയോടൊപ്പം വേണേൽ ചെയ്യാം, അത് തന്നെയായിട്ടും ചെയ്യാം. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ യുവർ ഇമാജിനേഷൻ സ്കിൽസും നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കഴിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കരിയർ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് അതിലകത്ത് എക്സലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ഒരു ആവേശം കൊണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ ഒരു ആഡ് കണ്ട് നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ എബിലിറ്റി എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മാത്രമേ അതൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാവൂ. കാരണം അതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണും. പക്ഷേ പലപ്പോഴും നമ്മൾ ചിലപ്പം പെട്ടെന്ന് തോന്നിയ ഒരു ആവേശത്തിൽ അങ്ങനെ പോകും. ഈയിടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മോനെ എന്നോട് ചോദിച്ചു, 6 മാസത്തെ ഒരു കോഴ്സ് വെബ് ഡിസൈൻ. പക്ഷെ അവന് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ധാരണയില്ല, പക്ഷെ ഷോർട്ട് പ്രോഗ്രാംസ് ആണ്. ഞാൻ പറഞ്ഞു, ഒരു ഷോർട്ട് പ്രോഗ്രാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണ് കിട്ടണമെന്ന് പോലും നിർബന്ധമില്ല. വിദ്യാഭ്യാസ യോഗ്യത പെൺകുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചു കയറി പോകുമ്പോൾ നാളെ നമുക്കൊരു ഡിഗ്രി ഇല്ല എന്നുള്ള ഒരു കുറവ് വരും. അപ്പൊ ഗ്രാജുവേഷൻ കിട്ടാൻ ഉപകരിക്കുന്ന തരത്തിൽ പ്ലസ് ടുവിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ, പെട്ടെന്നൊരു ജോലി മാത്രമല്ല ലക്ഷ്യം വെക്കേണ്ടത്, കിട്ടുന്ന ജോലി ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം. അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് കരിയർ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയതായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു മികച്ച ഒരു രീതിയിലോട്ട് പോകുന്നത് എന്നുള്ളതാണ്. യെസ്, നഴ്സിങ്ങിന് എൻട്രൻസ് ഉണ്ടോ? GNM നഴ്സിങ്ങിന് എൻട്രൻസ് വേണ്ട. നിങ്ങളുടെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആണ് നോക്കുന്നതെങ്കിൽ, കേരളത്തിന് വെളിയിലാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഇല്ലാതെ മെറിറ്റിലാണ് അഡ്മിഷൻ ഉള്ളത് എന്നുള്ള കാര്യമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. നിലവിൽ അങ്ങനെയാണുള്ളത്. പിന്നെ ഫോറൻസിക് സയൻസ് പോലെയുള്ള ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഫോറൻസിക് സയൻസ് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ പോകാതെ സൈക്കോളജിയോ അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ബയോളജിക്കൽ സയൻസ് ഏതെങ്കിലും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ഫോറൻസിക് സയൻസിലേക്ക് പിന്നീട് പോകാം. ഫോറൻസിക്കിന് വേണ്ടി തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗുജറാത്തിൽ യൂണിവേഴ്സിറ്റി ഉള്ളതാണ്. ഫോറൻസിക് സയൻസ് നല്ല സ്കോപ്പ് ഉള്ളതുമാണ്. ഓക്കെ, അപ്പം ഒരുപാട് കോഴ്സുകളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും. അത് കോഴ്സിന്റെ സാധ്യതകളും കോഴ്സ് എവിടെ പഠിക്കാമെന്നും അതിലേക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടാമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അപ്പൊ ഞാൻ ഓർക്കുന്നു, നിങ്ങളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇനിയിപ്പോ ഉള്ള സമയം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ 1 by 1 ആയിട്ട് ചോദിക്കാം, ഓൺ പ്രിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഞാനതിന് ആൻസർ തരാമെന്നാണ് വിചാരിക്കുന്നത്. വാട്ട് ഡു യു സേ? ലോജിസ്റ്റിക്സിന്റെ സാധ്യതകൾ ഇവിടെ ചോദിക്കുന്നു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാർക്കറ്റ്. തീർച്ചയായിട്ടും ലോകത്ത് നിങ്ങൾക്കറിയാം, ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും കൂടാതെ ഒരുപാട് ഇത്തരത്തിലുള്ള എന്താണ് ഈ എല്ലാ സാധനങ്ങളും ലോകത്തിന്റെ ഏത് മുക്കിനും മൂലയിലും എത്തിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത വന്നിരിക്കുന്ന ഒരു കോഴ്സാണ്, സ്പെഷ്യലൈസേഷൻ ആണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ നല്ല സാധ്യതയാണ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇപ്പൊ സ്പേസ് അതല്ല, നിങ്ങൾക്ക് ഒരു BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറ്റലൈറ്റ് സയൻസിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റും. IIT ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ യെസ്, എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ആ ചോദിക്കുന്ന ആ സംശയത്തിന് ഞാൻ ആൻസർ തരാമെന്നാണ് എൻ്റെ വിചാരം. എപ്പോഴും ഓർക്കണം, കോഴ്സുകൾ
ഓപ്ഷനുകൾക്ക് ഒരു യാതൊരുവിധ കുറവുകളും ഇല്ല. നിങ്ങൾ ആ ഒരു രീതിയാണ്. ഇവിടെ ചോയ്സുകൾ ഒരുപാടാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഞാനത് എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് സയന്റിഫിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മാഡത്തിന് മൾട്ടിമീഡിയയിലുള്ള ജോബ് ഓപ്ഷൻ പലർക്കും അറിയുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ നിങ്ങൾ ജേർണലിസം എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് ആ മേഖലയിലോട്ട് കടന്നു വരാവുന്നതാണ്. അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ നമുക്ക് ഒരുപാടുണ്ട്. അങ്ങനെ നോക്കണം. പ്രിന്റ് മീഡിയ, അതുപോലെ തന്നെ നമുക്ക് എന്താ ഇലക്ട്രോണിക്സ് മീഡിയയിലേക്കും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സാധ്യതകൾ കരിയറിന് മികച്ച രീതിയിൽ നമുക്ക് ജേർണലിസം ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എക്സൈസ് ആൻഡ് പോലീസ് വിഭാഗത്തിലേക്ക് തീർച്ചയായിട്ടും PSC വഴിയുള്ള നിയമനമാണ്. നിങ്ങൾക്ക് എക്സൈസിലേക്കും പോലീസിലേക്കും രണ്ടും PSC +2 ശേഷമുള്ള +2 വിദ്യാഭ്യാസം മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വേക്കൻസി അനുസരിച്ച് വിളിക്കാറുണ്ട്. എല്ലാ വർഷവും വിളിക്കുന്ന എക്സൈസിൽ എല്ലാ വർഷവും വിളിക്കുന്നില്ലെങ്കിലും വേക്കൻസി അനുസരിച്ച് വിളിക്കാറുണ്ട്. പോലീസിലേക്ക് മിക്കവാറും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് PSC രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അത് ഒരു കരിയറായിട്ട് കൊണ്ടുവരാവുന്നതാണ്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കൂടുതൽ ഇപ്പം ഓപ്പണിങ്സ് വരുന്നുണ്ട്, ആൺകുട്ടികൾക്കും ഇല്ലാതല്ല. അപ്പോൾ പോലീസ്, ഗവൺമെന്റ് സർവീസിൽ പോലീസൊക്കെ ആകാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലക്ഷ്യം വെക്കാവുന്നതാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോറിൻ സർവീസിൽ നമ്മൾക്ക് വരാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സിവിൽ സർവീസ് എഴുതുന്ന പോലെ തന്നെ ഫോറിൻ സർവീസിലേക്ക് നിങ്ങൾക്ക് എഴുതാം. സിവിൽ സർവീസിന്റെ ഓൾ ഇന്ത്യ സർവീസിലെ ഒന്നാണ് ഫോറിൻ സർവീസ്. അതിൽ IFS നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മികച്ച സിവിൽ സർവീസ് റാങ്ക് വേണം. ആ റാങ്കിൽ IAS കഴിഞ്ഞാൽ IFSലേക്ക് കുട്ടികൾ പോകാറുണ്ട്. അപ്പോൾ അത് നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു പെർഫോമൻസ് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും പറ്റും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് UN സിവിൽ സർവീസും കൂടെ സാധ്യതയുള്ളതാണ്. യുണൈറ്റഡ് നേഷനിലേക്ക്, അതിന്റെ വിവിധ വിങ്ങുകളിലേക്കും വിവിധ രാജ്യങ്ങളുടെ സർവീസിലേക്കും പോകാൻ പറ്റുന്ന ഫോറിൻ സർവീസ്. ഇത് രണ്ടും ഇന്ത്യൻ സിവിൽ സർവീസിനോടൊപ്പം ഫോറിൻ സർവീസ് ഓപ്റ്റ് ചെയ്ത് വരാം, സ്പെഷ്യലൈസ് ചെയ്തിട്ട് പോകാം. അല്ലാതെ UN സിവിൽ സർവീസിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കേണ്ടതാണ്. യെസ്. ഇന്ത്യൻ നേവിയുടെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതാണ്. നേഴ്സിംഗ് എൻട്രൻസ് കർണാടകത്തില് ഇപ്പം GNM വേണ്ട, നമുക്ക് BSc നേഴ്സിംഗിന് വേണം. ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഷെഫ് ആകാൻ, ഷെഫ് നിങ്ങൾക്കറിയാലോ, നമ്മൾക്ക് നല്ലൊരു സാലറി കിട്ടാനും വിദേശ രാജ്യത്ത് പോകാനും ഈവൻ കപ്പലിലും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെ നിങ്ങൾക്ക് എത്തി അത്തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒന്നാണ്. കോണ്ടിനെന്റൽ ഫുഡൊക്കെ ഡിസൈൻ ചെയ്ത് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൾണറി ആർട്സ് എന്ന് പറയുന്ന ഗ്രാജുവേറ്റ് എടുക്കാം. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് വരാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഉള്ള
ഒരു ഗ്രാജുവേഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടതുണ്ട്. ഇന്ത്യയിലുള്ള കോളേജുകളിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൾനറി ആർട്സിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നല്ലതാണ്. പക്ഷെ എപ്പോഴും ഓർക്കണം, ഹോട്ടൽ മാനേജ്മെന്റിൽ നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചിറങ്ങി വരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നമ്മൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ഉണ്ട് ഹോട്ടൽ മാനേജ്മെന്റിന്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് മാനേജ്മെന്റ് ഉണ്ട്. കൂടാതെ അതിൻ്റെ എന്താണ്, നമ്മൾക്ക് അതിൻ്റെ ഹൗസ് കീപ്പിംഗ് അടക്കം 3-4 സ്പെഷ്യലൈസേഷൻ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. +2 കഴിഞ്ഞ് അല്ലേ കൊമേഴ്സ് നല്ല കോഴ്സസ് പറയാമോ? അതായത് കൊമേഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്കാണ് എങ്കിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, BCom കൂടാതെ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് കോഴ്സുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കൊമേഴ്സ് എടുത്ത ഒരു കുട്ടി എപ്പോഴും ഒരു എന്റർപ്രണർ ആകുന്നതാണ് നമ്മൾ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ. അപ്പൊ അത്തരത്തിലേക്ക് ബിസിനസ് രംഗത്തേക്ക് ക്രിയേറ്റീവായ നൂതനമായ ആശയങ്ങൾ വെച്ച് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പലതും പോകാം. അത് നമുക്ക് ബാങ്കിങ് ടെക്നോളജി അടക്കം ഒരുപാട് സാധ്യതകൾ ആ മേഖലയിൽ നമുക്ക് ഉള്ളതാണ്. യെസ്, ഞാൻ റെയിൽവേയുടെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. റെയിൽവേ ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം, സ്പോർട്സ് മേഖലയിലൂടെ നിങ്ങൾക്ക് വരാം. അതുകൂടാതെ ഇന്ത്യൻ റെയിൽവേ നേരിട്ട് വിളിക്കുന്ന ടെസ്റ്റ് എഴുതി വേണം. ഇന്ത്യൻ റെയിൽവേ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റുകൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിലേക്ക് എത്താവുന്നതാണ്. അതുപോലെ അഗ്രികൾച്ചർ കോഴ്സുകളുടെ പ്രത്യേകത, BSc അഗ്രികൾച്ചർ ഉണ്ട്, BTech ഉണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ സ്പെഷ്യലൈസേഷൻ, അഗ്രോണമി അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ICAR-ന്റെ എൻട്രൻസ് ക്ലിയർ ചെയ്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ്. അങ്ങനെ വരാവുന്നതാണ്. ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വരെ അടക്കം ഒരുപാട് സ്പെഷ്യലൈസേഷൻ അഗ്രികൾച്ചർ മേഖലയിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. യെസ്, കുസാറ്റ് ഈസ് എ ഗുഡ് കോളേജ്. യെസ്, കുസാറ്റ് കോളേജ് എന്നല്ല നമ്മൾ പറയേണ്ടത്, അതൊരു യൂണിവേഴ്സിറ്റിയാണ്, സയൻസ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഐസറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഐസർ, യെസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയും ഐസർ. 7 ഐസറുകളാണ് നമുക്കുള്ളത്. അതിലൊന്ന് ട്രിവാൻഡ്രത്തുണ്ട്. നിങ്ങൾക്ക് ഐസറിൽ കിട്ടാനാണെങ്കിൽ ഐസറിന്റെ എൻട്രൻസ് ഉണ്ട്. കൂടാതെ IIT-യിലേക്കുള്ള JEE അഡ്വാൻസിന്റെ സ്കോർ ഉണ്ടെങ്കിൽ ഐസറിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഐസറിൽ നിങ്ങൾക്ക് ഈ ബേസിക് സയൻസിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഐസറിൽ ബേസിക് സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി ആ രീതിയിലുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് വരികയാണെങ്കിൽ സയന്റിസ്റ്റ് വരെ ആകാനുള്ള സാധ്യതയുണ്ട്. റിസർച്ചിലേക്കും അതുപോലെ തന്നെ മുമ്പേ ഒരു ചോദ്യം വന്നാലും സയന്റിസ്റ്റ് ആകുന്നത്. അപ്പം സയന്റിസ്റ്റ് ആകാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും അതുപോലെ ഐസറുകളിലൂടെ ഒക്കെ പഠിച്ചാണ് ആകാൻ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ടീച്ചിങ് മേഖലയിലേക്ക് IIT അടക്കമുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഐസർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സാധിക്കും. സ്പോർട്സ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. സ്പോർട്സ് മാനേജ്മെന്റ് നമുക്ക് സ്പോർട്സ് മാനേജ്മെന്റ് പഠിക്കാൻ തന്നെ തമിഴ്നാട് നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ സ്പോർട്സിൽ നിങ്ങൾക്കൊരു കോച്ചൊക്കെ ആകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പറയുന്നു, സൈക്കോളജി എടുത്തിട്ട് ചണ്ഡീഗഡിലുള്ള അവിടെ സ്പോർട്സ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് സ്പോർട്സ് സൈക്കോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് വരാം. അങ്ങനെ കോച്ചൊക്കെ ആകാനുള്ള ചാൻസസ് നമുക്ക് ഏറെയാണ് എന്നുള്ള കാര്യം ഓർക്കണം. അതായത്
+2-ന് നിങ്ങൾ ഫിസിക്സ് ആൻഡ് മാത്സ് ബേസ് ചെയ്ത കോഴ്സസ് നിങ്ങൾക്ക് +2 അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് ആണ് ഏറെ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് ഫീൽഡും അതുപോലെ അലീഡ് ആയിട്ടുള്ള എല്ലാ ഫീൽഡും മാത്സിന്റെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും സാധ്യത ഞാൻ പറഞ്ഞായിരുന്നു. അച്യൂരിയൽ സയൻസ് പോലെയുള്ള കോഴ്സുകൾ അതേപോലെ നമുക്ക് ഉള്ള മറ്റൊന്നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിന്റെ ഇൻഡസ്ട്രിയൽ ലൈനപ്പിലോട്ട് പോകണോ, റിസർച്ച് ലൈനപ്പിലോട്ട് പോകണോ, ടീച്ചിങ് ലെവലിലോട്ട് പോകണോ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, നിങ്ങളുടെ അഭിരുചി, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളൊക്കെ പോകാൻ. ജെഇക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെഇ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് മറ്റ് ഒരുപാട് എൻട്രൻസുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു എൻട്രിയും കൂടി ആയിട്ട് മാറും. ജെഇക്ക് വേണ്ടിയിട്ട് ഒരു വർഷം നിങ്ങൾ മെനക്കെട്ടാലും അതൊരു നഷ്ടമല്ല. കാരണം നിങ്ങൾക്ക് ജെഇ അഡ്വാൻസ് കിട്ടില്ലെങ്കിലും മെയിനിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIT 31ഓളം NITകളുണ്ട്. ആ NITകളിൽ കിട്ടുകയോ അതല്ലെങ്കിൽ തത്തുല്യമായ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. യെസ്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടിക്ക് നല്ല കോഴ്സ് പറയാമോ? യെസ്, ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജിയിലേക്ക് പോകാം. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്ക് ലിറ്ററേച്ചർ പഠിച്ചിട്ട് ഫോറിൻ സർവീസിലോട്ട് പോകാം. അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഏത് വേണമെങ്കിലും എടുക്കാം. കൂടാതെ നമ്മൾ മനസ്സിലാക്കണം, ഹ്യൂമാനിറ്റീസിൽ നിന്നും പോകാവുന്നതാണ് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ദെൻ ഏറ്റവും ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് വിദേശത്തേക്ക് എത്താവുന്നവർക്ക് ഒക്കെ നിങ്ങൾ നോക്കണം. കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അതാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സിൽ ഇപ്പോൾ ഏറ്റവും പ്രൊഫൈലുള്ള കോഴ്സാണ് ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നെങ്കിൽ മദ്രാസ് IITയുടെ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാം. അത് 1 വർഷം കഴിഞ്ഞിട്ട് നിർത്തിയാലും നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിപ്ലോമ കിട്ടും. 3 വർഷമാണെങ്കിൽ ഡിഗ്രി കിട്ടും. നിലവിൽ നിങ്ങൾക്കൊരു ക്യാമ്പസിൽ മറ്റൊരു ഡിഗ്രി പഠിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. യെസ്, ഈസ് NIT എ ഗുഡ് ചാൻസ് ചോയ്സ്? യെസ്, ഓഫ് കോഴ്സ്. NIT ഒരു നല്ല ചാൻസ് ആണ്. NITയിൽ ഗ്രാജുവേഷൻ ചെയ്തിട്ട് അതിന്റെ മാസ്റ്റർ ചെയ്യാനുള്ള ഒരു എൻട്രി വരെ വരാം. NITയിൽ നിന്നൊക്കെ കൂടെ ആണ്. BSc മെഡിക്കൽ ഇമേജിംഗ് നമുക്ക് വളരെ മികച്ചതാണ്. റേഡിയോളജിക്കുള്ള എല്ലാ ഇപ്പൊ റേഡിയോളജിക്കൽ സ്കാനിങ്ങുകളും ഒക്കെ ചെയ്യാൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് പറ്റും. BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്കാനിങ്ങുകൾ, നമ്മൾ സ്കാനിങ്ങുകളെല്ലാം ഹോൾ ബോഡി സ്കാനിങ്, പ്രഗ്നൻസി സ്കാനിങ്, അങ്ങനെ എത്രയോ ഡിഫറെന്റ് സ്കാനിങ്സ് ആണ്. അപ്പൊ ഈ സ്കാനിങ് എല്ലാം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടെക്നീഷ്യൻ ആകാൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കൊണ്ട് കഴിയും. BSc നല്ല കോഴ്സാണ്, അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. യെസ്, NIT IIT ഉണ്ട്, പക്ഷെ എവിടെയൊക്കെ ഉണ്ടെന്ന് ചെയ്യാൻ പറ്റും അറിയില്ല. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത് വെച്ച് ഞാൻ പറയാം. NIT IIT എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ അത് NIT നിങ്ങൾക്കറിയാലോ. IIT നമുക്ക് 23 എണ്ണമാണുള്ളത്, NIT 31 എണ്ണം. അതിൽ കേരളത്തിൽ നമുക്ക് IIT പാലക്കാടുണ്ട്, NIT കോഴിക്കോടുണ്ട്. അതേപോലെ നമുക്ക് മറ്റ് പല സ്റ്റേറ്റുകളിലും നമുക്ക് IIT ഇപ്പം IIT അതിന്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ഡിഫറെന്റ് സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ചും IIT മുംബൈ, IIT ചെന്നൈ, IIT ഡൽഹി, ഇതൊക്കെ വളരെ വെരി ഫേമസ് ആണ്. NITകളും ഇതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും തന്നെ NITസും ഉണ്ട്. കൊമേഴ്സിലെ BBA നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഒരു ഹൈ പ്രൊഫൈലുള്ള ഗ്രാജുവേഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ BBA കൊണ്ട് നിർത്തരുത്, MBAയും കൂടി എടുക്കണം. BBAയുടെ ഒപ്പം നിങ്ങളൊരു CAയുടെ പ്രിപ്പറേഷൻ കൂടെ നടത്തി നിങ്ങൾക്ക് MBA എടുക്കാൻ നമുക്ക് IIMകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. IIMലേക്ക് പോകാൻ +2 കഴിഞ്ഞ് ഏത് സ്ട്രീമുകാർക്കും IPM മാറ്റി മതി എൻട്രൻസ് എഴുതി IIM ഇൻഡോറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. BSc അനസ്തേഷ്യ
വളരെ മികച്ച കോഴ്സാണ്. 3 വർഷം പഠിച്ച് 6 മാസം ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഒക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. തമിഴ്നാട്ടിലുള്ള GNM നഴ്സിംഗ് അവൈലബിൾ ആണോ? തമിഴ്നാട്ടിലെ GNMനെ കുറിച്ച് എനിക്ക് യെസ്, ഇപ്പം അവൈലബിൾ എല്ലാ സ്റ്റേറ്റിലും ജനറൽ നഴ്സിംഗ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ജനറൽ നഴ്സിംഗ് നമ്മൾ കേരളത്തിൽ നിന്ന് പോയി അവിടെ പോയി ജനറൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ്നാടിനെ കഴിഞ്ഞ് പക്ഷേ ബെറ്റർ കർണാടകത്തിൽ കിട്ടുന്നതായിരിക്കും. കൂടുതൽ കോളേജസ് ഒക്കെ അവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇച്ചിരി ലാംഗ്വേജും ഒക്കെ മെച്ചപ്പെടുന്ന അവിടെ ആയിരിക്കും. കാരണം നമ്മൾക്കൊരു BSc നഴ്സിംഗ് കൂടെ എടുത്താലേ എബ്രോഡിലേക്കുള്ള ചാൻസസ് ഒക്കെ തെളിയുകയുള്ളൂ. PSc കാർഡിയോളജി, കാർഡിയോവാസ്കുലർ വളരെ മികച്ചതാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ അതുപോലെ തന്നെ കാർഡിയോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ BPharm ഒക്കെ വളരെ മികച്ച കോഴ്സാണ്. BOptum സാലറി ഒക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് സാലറിയെ കുറിച്ചൊക്കെ പറയാൻ ആകുമ്പോൾ ഓർക്കണം, പ്ലേസ്മെന്റുകൾ ഇപ്പം NIT കോഴിക്കോട് നിന്നൊക്കെ 50 ലക്ഷത്തിൽ കൂടുതൽ ആനുവൽ സാലറിയിലേക്കൊക്കെ പ്ലേസ്മെന്റുകൾ പോയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സാലറി നമ്മളുടെ മാർക്കറ്റിന്റെ ഒരു പോസിബിലിറ്റി അനുസരിച്ച് ആളുകളുടെ ടാലന്റ് അനുസരിച്ചാണ് കിട്ടുന്നത്. എനിവേ 1 ലക്ഷത്തില് അടക്കം അധികം സാലറി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രൊഫൈൽ കിട്ടാൻ NIT ഒക്കെ നല്ലതാണ് കേട്ടോ. GNM നഴ്സിംഗിന്റെ ഒക്കെ സാലറി എന്ന് പറയുന്നത് ജനറലി നഴ്സിംഗിന്റെ ഒക്കെ സാലറി ഇപ്പം സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന 20,000 ഒക്കെയാണ് നമ്മുടെ നാട്ടില്. പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ സാലറി കിട്ടുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഫുട്ബോൾ ബേസ് കോഴ്സ് പ്ലീസ്. ഫുട്ബോളിന് നിങ്ങൾ ഫുട്ബോളിന് കോഴ്സ് എന്ന് പറയുമ്പം നിങ്ങളൊരു അക്കാഡമിയിൽ ചേർന്ന് നിങ്ങൾ പരിശീലനം കിട്ടുക എന്നുള്ളതാണ്. നിലവിൽ എൻ്റെ ഒരു സജഷൻ, ഫുട്ബോൾ ഒരു കരിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫുട്ബോൾ അക്കാഡമിയോടൊപ്പം ചേരുക. ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജ് ടീമിൽ ഫുട്ബോളർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കളിയിൽ മികവുകൊണ്ട് അങ്ങനെ വരാം. അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ഉള്ള ഏതെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള അക്കാഡമികളിൽ സ്പെയിനിലോ അതേപോലെയുള്ള പോർച്ചുഗലിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ഒരു പ്രൊഫഷണൽ അക്കാഡമിയിൽ പഠിച്ച് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോക ഫുട്ബോളർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ISL ഫുട്ബോളിൽ വരെയൊക്കെ എത്താനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഇതില് അത് ഓരോരുത്തരുടെയും മികവനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫുട്ബോളൊക്കെ ഒരു പാഷനാണെങ്കിൽ നമുക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ്, ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജ്, അവിടെ നിങ്ങൾക്ക് സ്പോർട്സിൽ നിങ്ങൾക്ക് BPEd കോഴ്സ് ചെയ്ത് ഫുട്ബോളിൽ സ്പെഷ്യലൈസേഷൻ എടുത്ത് ആ രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്കൊരു സ്പോർട്സ് ഡിഗ്രി സ്വന്തമാക്കാവുന്നതാണ്. തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഫുട്ബോളിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെയും വരാവുന്നതാണ് കേട്ടോ. ഹെൽത്ത് ഇൻസ്പെക്ടർ നമുക്കൊരു ആവുന്നത് നമ്മൾ അതിന്റെ ഒരു പ്രത്യേക കോഴ്സ് അതിനുവേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ടെസ്റ്റ് എഴുതി പാസ്സായി അത് ക്ലിയർ ചെയ്യാനാണ്. കേരള PSC വഴിയുള്ള ഒരു എൻട്രി ആണത്. ഫോറസ്ട്രി ആൻഡ് ഫിഷറീസ്, യെസ്, എൻട്രൻസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. നീറ്റ് ക്ലിയറൻസ് വേണം. ഫോറസ്ട്രിയിലേക്കും ഫിഷറീസിലേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ നീറ്റിന്റെ സ്കോർ അനുസരിച്ചാണ് കേട്ടോ. ഷെഫ് ആകാൻ ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് ചോദിക്കുന്നു. ഷെഫിനെ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെഫ് ആകാൻ ഏറ്റവും നല്ലത് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിഗ്രിയാണ്. ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി. ഷെഫ് സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഷെഫ് ആകാൻ സ്പെഷ്യലൈസ് ചെയ്യണം. അതില് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആർട്ടാണ്. നിങ്ങൾക്ക് അതിലൊരു കഴിവ് പ്രാവീണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കരിയറാണ്. ഇനി നമുക്ക് അതിന്റെ കൾണറി ആർട്സിൽ ഗ്രാജുവേഷൻ എടുത്താലും നിങ്ങൾക്ക് വരാൻ പറ്റും. അതായത് പാചക കലയിൽ നിങ്ങൾക്ക്
ഗ്രാജുവേഷൻ നമുക്ക് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുവാണെങ്കിൽ നല്ല സ്കോപ്പാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ കിട്ടുവാണെങ്കിൽ ലക്ഷങ്ങളുടെ സാലറി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അത് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നല്ല പ്ലേസ്മെന്റ് കിട്ടണമെന്നില്ല. നല്ല കോളേജുകൾ പഠിച്ചിറങ്ങിയാൽ ഒരുപക്ഷെ റിക്രൂട്ടിംഗ് സാധ്യതകൾ ഏറെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ പഠിച്ചിറങ്ങിയാൽ പിന്നെ നിങ്ങളുടെ കൈപുണ്യം തെളിയുന്നോടം വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കുന്ന വളരെ നല്ല കോഴ്സാണ് സൈബർ സെക്യൂരിറ്റി. ഈവൻ US-ലേക്കൊക്കെ പോകാൻ, കാരണം വരും കാലങ്ങളിൽ വലിയൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സൈബർ സെക്യൂരിറ്റിക്ക് സാധ്യതയുണ്ട്. വരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. IT ഫീൽഡിൽ ഇപ്പോഴും വൺ ഓഫ് ദി ലീഡിംഗ് ആയിട്ടുള്ള ഒന്നാണ് സൈബർ സെക്യൂരിറ്റി എന്ന കാര്യം അറിയണം. JEE or KEAM is better. Of course, JEE. കാരണം JEE നിങ്ങൾക്കറിയാം IIT-ലേക്കൊക്കെയുള്ള എൻട്രി ആണ്. JEEക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ KEAMന് പ്രത്യേകമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമില്ല. കാരണം JEEയുടെ ആ പ്രിപ്പറേഷൻ ഈസ് ഇനഫ് ടു ക്ലിയർ KEAM. കേരള എൻട്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് അങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്ക് ഇപ്പോൾ കൊമേഴ്സ് ഡിഗ്രി BCom ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വിങ്ങിലേക്ക് നിങ്ങൾക്ക്, അത് ഇന്ത്യയിലെ നമ്മുടെ സർവീസ് സെക്ടറാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ അതിന്റെ സ്റ്റാഫ് സെലക്ഷൻ വഴിയാണ്, SSC വഴിയേ നിങ്ങൾക്ക് അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ പോസ്റ്റാണിത്, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് അങ്ങനെ വരാൻ വഴി. യെസ്, കേരളത്തിൽ കോളേജുകളിലുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ BSc കാർഡിയോളജി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമൃതയിലൊക്കെ ഉണ്ട്, കൊച്ചിയിൽ അമൃതയിലൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഇപ്പോ ഇവിടുത്തെ സമയം ഇച്ചിരി ഹൈ ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സെഷൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഏതിനാണ് ഏജ് ലിമിറ്റ് ചോദിച്ചത്? ഏജ് ലിമിറ്റ് സൈക്കോളജിക്കാണോ? സൈക്കോളജിക്കൊന്നും ഒരു ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. ഒരു 50% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നഴ്സിങ്ങിന്, GNM. ഇന്ത്യൻ നേവിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് NDA വഴിയാണ് ഒരു എൻട്രി ഉള്ളത്. അതല്ലെങ്കിൽ സെയിലർ ആകാൻ വേണ്ടി ഇന്ത്യൻ നേവി തന്നെ നേരിട്ട് നേവി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, നോട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് സെൻട്രൽ പോസ്റ്റിലേക്കുള്ള രീതിയിൽ ഇന്ത്യൻ നേവി തന്നെ നേരിട്ട് നോട്ടിഫൈ ചെയ്യാറുണ്ട്. നമുക്ക് നേവൽ അക്കാഡമി ഏഴിമലയിലുണ്ട്. ഏഴിമലയിലെ കോഴ്സിലേക്കൊക്കെ നിങ്ങൾക്ക് വരാവുന്നതാണ്. എഞ്ചിനീയറിംഗ് സെഷനിലൊക്കെ നേവി എടുക്കാറുണ്ട് കേട്ടോ. ലോജിസ്റ്റിക്സ് പഠിക്കാൻ നമ്മൾ എടുത്താൽ മെറിറ്റ് എന്താണ്? ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിന് നമുക്കറിയാം, ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. MBA എടുക്കാം, അതിന്റെ ഗ്രാജുവേഷൻ ലെവലിൽ എടുക്കാം. നമുക്ക് വരും കാലങ്ങളിൽ ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ ഈ ഓൺലൈൻ പർച്ചേസിംഗും ഒക്കെ ഇൻക്രീസ് ചെയ്തതോടുകൂടി ഈ ലോജിസ്റ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ലൊരു കോഴ്സാണ്. റോബോട്ടിക് സയൻസ് അതേപോലെ നല്ല പ്രോമിസിങ് ആണ് കേട്ടോ. വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വരവോടുകൂടി റോബോട്ടിക് സയൻസിന് വലിയ സാധ്യതയാണ്. എഞ്ചിനീയറിംഗ് ലെവലിൽ പഠിക്കുകയാണെങ്കിൽ AI റോബോട്ടിക്സിന് നല്ല സ്കോപ്പാണ്.
ബി.പി.എഡ് കോളേജ് നമുക്കുള്ളത് നമ്മുടെ ഇവിടെ മൂലമറ്റ സെന്റ് ജോസഫ് കോളേജിലുണ്ട്, കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് കേട്ടോ. റോബോട്ടിക് നിങ്ങൾ ഷോർട്ടായിട്ട് ചെയ്യരുത്. നിങ്ങൾ അതൊരു, ഞാൻ പറയുന്നത്, നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസിനോടൊപ്പമോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോടൊപ്പമോ നിങ്ങൾ പഠിച്ചിട്ട് റോബോട്ടിക് ഷോർട്ട് ആക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വെറും ഒരു ഷോർട്ട് ടൈം കോഴ്സായിട്ട് റോബോട്ടിക്സ് പഠിച്ചാൽ വലിയ സാധ്യതയില്ല എന്നുള്ളതാണ്. മെക്കാട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ പഠിച്ചിട്ട് നിങ്ങൾ റോബോട്ടിക്സ് അഡ്വാൻസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. BBA ഏവിയേഷൻ തീർച്ചയായിട്ടും ഒരു ജനറൽ ഏവിയേഷൻ ഫീൽഡിലെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ BBA കൊണ്ട് ഒരു ജോലി പ്രോമിസിങ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു MBAയും കൂടെ എടുക്കേണ്ടി വരുമായിരിക്കും. എയർക്രാഫ്റ്റ് മാനേജ്മെന്റ് AME കോഴ്സുകൾക്ക് നല്ല സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗിന്റെ ഒരു സെഷനാണത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇനി വരും കാലങ്ങളിൽ ഏവിയേഷൻ ഫീൽഡിലെ ടെക്നിക്കൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നല്ല കോളേജുകളിൽ പോയി പഠിക്കണം. ഇപ്പൊ കോയമ്പത്തൂരും അതേപോലെ പല സ്ഥലങ്ങളിൽ നമുക്ക് AME കോഴ്സുകൾ നമുക്ക് ലഭിക്കും. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വെൽ, താങ്ക് യു സോ മച്ച് സർ. സർ, നിലവിലെ ഇപ്പം ഇന്ന് നമ്മുടെ വെബിനാർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓൾമോസ്റ്റ് നമ്മളൊരു 1.5 മണിക്കൂറായിട്ട് സാറ് നമുക്ക് ഏറ്റവും മികച്ച ഒരു ടോക്ക് നമുക്ക് തന്നു. എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ മെഡി ഹബിന്റെ തന്നെ ഡയറക്ടറാണ്. വെൽ, ഏറ്റവും മികച്ച ഒരു ടോക്കായിരുന്നു. താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല സാറ് നമ്മളിപ്പോൾ കേട്ടായിരുന്നു, അതായത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കേട്ടു സാറ് കരിയർ ഗൈഡൻസിന്റെ തന്നെ ഒരു ഡോക്ടറേറ്റ് എടുത്തതുകൊണ്ട് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മുടെ കൂടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. സോ ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ അത് ഓർക്കുന്നു. അത് മാത്രമല്ല, വലിയൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരുന്നു സാർ. മാത്രമല്ല സാറ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞത് സാർ ന്യൂസിലാൻഡിലാണ്. അവിടെ ഇപ്പൊ ഒരു പീക്ക് ടൈമാണ്. പ്രത്യേകിച്ച് 2 മണി 3 മണി സമയത്ത് പോലും നമ്മുടെ കേരളത്തിലുള്ള 4 മണിയായി. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഈ സമയം വരെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ള സ്റ്റുഡൻസിനോട് ഇത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാ ക്വയറീസും എല്ലാ ഡൗട്ട്സും സാർ ക്ലാരിഫൈ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മെഡി ഹബിന്റെ പേരിലുള്ള നന്ദിയും ഇത്രയും പാരന്റ്സും കുട്ടികളും എല്ലാം ജോയിൻ ചെയ്തു എല്ലാവരുടെ പേരിലുള്ള നന്ദി സാറിന് പ്രത്യേകം ഞങ്ങൾ പറയുന്നു. മാത്രമല്ല, ഇന്നത്തെ പ്രോഗ്രാം, ഇന്നത്തെ വെബിനാർ നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത് നമുക്ക് ഹരിസാറാണ്. ഹരിസാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഏറ്റവും സക്സസ്ഫുൾ ആയത് നമ്മുടെ പാരന്റ്സും സ്റ്റുഡൻസും എല്ലാം ജോയിൻ ചെയ്തതുകൊണ്ടാണ്. അവർക്ക് എല്ലാം യൂസ്ഫുൾ ആയി എന്ന് ഞങ്ങൾ പ്രത്യേകം അത് വിശ്വസിക്കുന്നു. മാത്രമല്ല, എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അത് ക്ലാരിഫൈ ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ സക്സസ്ഫുൾ ആയിട്ട് ഈ വെബിനാർ മാറ്റിയാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.